നമസ്കാരം. ഞാൻ സുനിത ദേവദാസ്. ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനും കവിയും ചരിത്രകാരനുമൊക്കെയായ PN ഗോപികൃഷ്ണനാണ്. ജോസന് ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യമാവാം. അല്ല, വ്യക്തികൾ ഇപ്പൊ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ADGP RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ആർക്കും ആരെയും കാണാം. ഇപ്പോഴത്തെ വിവാദങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ്. RSS ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് RSS ഇമാതിരി പണികളൊന്നും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PN ഗോപികൃഷ്ണനോട് നമുക്ക് RSSന്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ ചോദിക്കാം. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു പുസ്തകമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന ഈ ഒരു പുസ്തകം. ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ഇതിലുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങളും ചുഴികളും മലരുകളും ഒക്കെ. സർ, ഇപ്പൊ പലരും പറയുന്നുണ്ട് RSS ഒരു സാംസ്കാരിക സംഘടനയാണ്, പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. RSS ശരിക്കും എന്ത് തരത്തിലുള്ള ഒരു സംഘടനയാണ്? RSSന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് 100 വർഷമായിട്ട് ഇന്ത്യൻ ജനതയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ RSSനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം 1948 ജനുവരി 30 ഗാന്ധി വധിക്കപ്പെട്ടു. ഗാന്ധി വധിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, എന്ന് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞാൽ 1948 ഫെബ്രുവരി 4 RSSനെ നിരോധിക്കുന്നുണ്ട്. ഈ നിരോധിക്കുന്നത് കൃത്യമായിട്ടും അന്ന് ഒരു കമ്മ്യൂണിക്കെ പുറത്തിറക്കുന്നുണ്ട് അന്നത്തെ ആഭ്യന്തര മന്ത്രാലയം. അന്ന് നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല മന്ത്രിസഭയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അതിലെ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലാണ്. സർദാർ പട്ടേലാണ് ആ കമ്മ്യൂണിക്കെ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം RSS രാജ്യത്തെമ്പാടും രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള, നമ്മൾ ആലോചിക്കേണ്ടത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. 47 ആഗസ്റ്റ് 15 കഴിഞ്ഞ് 48 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നിരവധി നീക്കങ്ങൾ നടത്തുന്ന സംഘടനയാണ് RSS എന്ന് പറഞ്ഞാണ് അത് നിരോധിക്കുന്നത്. അത് നിരോധിക്കുന്നതിൽ ഇവർ ചെയ്തു വരുന്ന ഈ പറയുന്ന, ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്നത്തെ ടേംസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അതിനെ നിരോധിക്കുന്നത്. അപ്പോ ഈ നിരോധനം ഈ ഫെബ്രുവരി 4 കമ്മ്യൂണിക്കെ അന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഡൽഹിയിലെ നിരോധനാണ്. അത് എല്ലാ ഗവർണർമാരോടും, ബാക്കിയുള്ള അന്നത്തെ സ്റ്റേറ്റുകളിലെ ഗവർണർമാരോടും ഇത് നിരോധനം പ്രാബല്യത്തിലാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നിരോധിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് RSS എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മറന്നുകൊണ്ടാണ് പലരും ഈ പറയുന്ന തരത്തില് ഇപ്പം RSS സാംസ്കാരിക സംഘടനയാണ്, RSS എല്ലാ സംഘടനകളെ പോലെയുള്ള ഒരു സംഘടനയാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. RSS സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതല് ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ, ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം 48 നിരോധിക്കപ്പെടുമ്പോ അത് നിരോധനം നീക്കാനായി നിരവധി കത്തുകൾ ഗവൺമെന്റിലേക്ക് എഴുതുന്നുണ്ട്. 48 ഫെബ്രുവരി 1 തന്നെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് RSSകാർ ബഹുമാനപൂർവ്വം വിളിക്കുന്ന രണ്ടാമത്തെ സർസംഘചാലക് തടവിലാവുന്നുണ്ട്. അതും ഗാന്ധിവധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തടവിലാവുന്നത്. ഈ തടവിലാകുന്നതിന് ശേഷം അദ്ദേഹത്തിന് നാഗ്പൂർ വിട്ടുപോകാതെ തന്നെ ഒരു തരത്തില് സ്ഥലപരമായ തടവ് കൊടുക്കുന്നുണ്ട്. നാഗ്പൂരിൽ പുറത്തു പോകാൻ പറ്റില്ല. ആ തരത്തില് കോടതി വിധിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഗുരുജി കത്തെഴുതുന്നത്, നിരോധനം നീക്കാനാണ് കത്തെഴുതുന്നത്. സർദാർ പട്ടേലിന് കത്തെഴുതുന്നത് 2 പ്രാവശ്യം പോയി കാണുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശം വെക്കുന്നത്, നിങ്ങൾ അനുസരിച്ചേ തീരൂ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യൻ ദേശീയ പതാകയെ RSS അംഗീകരിച്ചിട്ടില്ല. RSS കാവിക്കൊടി ആണ് ഇന്ത്യയുടെ പതാക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. രണ്ടാമത്തത്, ആ സമയത്ത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഭരണഘടന ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള പരിപാടിയെ തുരങ്കം വെക്കുന്ന തരത്തില് ഈ
ഗോൾവാൾക്കർ, MS ഗോൾവാൾക്കർ നിരന്തരമായിട്ട് RSSകാരെ ഉത്ബോധിപ്പിച്ചിരുന്നു. അതിനെ എതിർക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോ രണ്ടാമത്തെ കാര്യം ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഈ ഭരണഘടന ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെ അനുകൂലിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ RSS ഇന്ന് പറയുന്ന ഈ ദേശീയവാദികളൊക്കെ ആയിട്ടാണല്ലോ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യൻ പതാകയുടെയും ഒക്കെ സംരക്ഷകരായിട്ട് നിൽക്കുന്ന ആളുകള് ഈ രാജ്യം ഉടലെടുത്ത നിമിഷത്തില് ഇതൊന്നും അംഗീകരിച്ചിരുന്നില്ല. അവർ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം അങ്ങേയറ്റം ഫാസിസ്റ്റ് ആണ്. അങ്ങേയറ്റം ഫാസിസ്റ്റ് ആണെന്ന് മാത്രമല്ല, അത് യൂറോപ്യൻ ഫാസിസത്തിന്റെ മാതൃകയിൽ ഇന്ത്യൻ ബ്രാഹ്മണിസത്തെയും കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച ഒരു സങ്കല്പമാണ്. ഇത് ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്ന ആശയത്തെ, നമുക്കറിയാലോ, ഒരു ഇന്ത്യയിൽ 500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭാഷ മാറും, വേഷം മാറും, ഭക്ഷണം മാറും, ആരാധനാ രീതി മാറും. ഇങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അത് ബഹുസ്വര രാഷ്ട്രമായിട്ട് ആ ബഹുസ്വരതയെ അഡ്രസ് ചെയ്യുന്ന ഒരു ഭരണഘടന വേണം. അതുകൊണ്ടാണ് നമ്മൾ അംബേദ്കറുടെ നേതൃത്വത്തിൽ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ സോഷ്യലിസവും മതേതരത്വവും ഒക്കെ അതിന്റെ വലിയ ആശയങ്ങളായിട്ട്, ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ അതിന്റെ വലിയ ഘടകങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഘടകങ്ങളൊക്കെ ഉൾച്ചേർത്തിരുന്നു. എല്ലാവരും വിവിധ ജാതി മതത്തിലുള്ള ആളുകൾ ഒന്നിച്ചു നിന്ന് സമരം ചെയ്തിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണത്തെ എതിർത്തിരുന്നു. ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയെ പ്രതിനിധീകരിക്കുന്ന പതാക, ഈ 3 നിറങ്ങളുള്ള ത്രിവർണ പതാകയെ എതിർത്തിരുന്നു. അതിന് പകരം ഹിന്ദു ചിഹ്നമായ കാവിക്കൊടിയാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇത് രണ്ടും ഈ നിരോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിൻവലിക്കാൻ നിർബന്ധിതരായിട്ട് തീരുന്നത്. അവര് അത് പിൻവലിക്കാമെന്ന് അവസാനം ആവശ്യപ്പെടുക, അവര് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാം, അതുപോലെ തന്നെ ത്രിവർണ പതാകയും അംഗീകരിക്കാം എന്ന് നിർബന്ധിതരായിട്ട് തീരുകയാണ്. കാരണം ഈ സംഘടന നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ജനാധിപത്യ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന സംഘടനകൾ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ അംഗങ്ങൾ ആരാണ്, അതിന്റെ ഘടകങ്ങൾ ഏതാണ്, ഇതൊക്കെ അറിയാനുള്ള ഒരു സംഗതി, അത് ട്രാൻസ്പാരന്റ് ആയിരിക്കും. RSSന് അതിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ആരൊക്കെ മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അംഗത്വ രജിസ്റ്ററോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംഘടനാ രീതിയും അവർ കൊണ്ടു നടന്നിട്ടില്ല. അത് ഒരു രഹസ്യ സംഘടന ആയിരുന്നു യഥാർത്ഥത്തിൽ. അതില് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒളി സംഘടനയായിട്ടാണ് യഥാർത്ഥത്തിൽ അത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, അത് അങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കണം, ഒരു പാർട്ടി എന്തിനാണെന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഒരു സംഘടന എന്തിനാണെന്നുള്ള ഒബ്ജക്റ്റീവ്സ് കാണിക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കണം. അങ്ങനെ അവര് ബാലാസാഹിബ്, പിൽക്കാലത്ത് സർസംഘചാലക്കായ ബാലാസാഹിബ് ദേവർസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ കടലാസിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ അതിൽ ചേരണമെങ്കിൽ അച്ഛനമ്മമാരുടെ അനുവാദം വേണമെന്നൊക്കെ പറയുന്ന സംഗതികൾ വരുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തില് ഉള്ള ഒരു സംഘടനയാണ് RSS. പക്ഷെ ഇന്ന് നമുക്ക് ഈ ചരിത്രം മുഴുവൻ നമ്മിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ സാംസ്കാരികമായി സേവനം ചെയ്യുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ഒളിമറ സൃഷ്ടിച്ചാണ് RSS പ്രവർത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചരിത്രം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഈ ഗാന്ധിവാദത്തിന് ശേഷം RSS ഏതാണ്ട് നാമാവശേഷമാവുന്ന നിലയിലെത്തിയതാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നൊക്കെ തുടച്ച് നീക്കപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോ 100 വർഷം കഴിയുമ്പോൾ 2025 ആ സംഘടനയ്ക്ക് 100 വർഷം പൂർത്തിയാവാൻ പോവാണ്. ഈ 100 വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തില് ഈ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അതിനെ ലെജിറ്റിമൈസ് ചെയ്യാനുള്ള തരത്തിലുള്ള നീക്കം ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം അത് ഇന്ത്യയെ തകർക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്ന പോലെയല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് അതിന്റെ പുസ്തകങ്ങളിൽ, ഇപ്പൊ ഗുരുജിയുടെ ഈ ഗോൾവാൾക്കറുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത്
വി ആർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. നമ്മൾ അഥവാ നമ്മുടെ നിർവചിക്കപ്പെട്ട ദേശീയാസ്തിത്വം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, ലിബറലുകള്, ഇവർക്കൊന്നും ഇന്ത്യയിൽ സ്ഥാനമില്ല. ന്യൂനപക്ഷങ്ങളെ പറ്റി പറയുന്നത് ന്യൂനപക്ഷങ്ങള് ഇന്ത്യയിൽ കഴിയാൻ നിർബന്ധിത, അവര് ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ അവർക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അവരവരുടെ അസ്തിത്വം വെടിഞ്ഞിട്ട് ഈ ഹിന്ദു അസ്തിത്വത്തിൽ ലയിക്കണം. ഒന്ന് ഈ ഹിന്ദു രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്വത്വത്തില് അവരുടെ ഇപ്പം നിലനിർത്തുന്ന അസ്തിത്വം വെടിഞ്ഞുകൊണ്ട് ലയിക്കണം. ഒന്നുകിൽ അവരുടെ എല്ലാം വെടിഞ്ഞിട്ട് ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ സേവകരായിട്ട് അവർ മാറണം. അതർവൈസ് അല്ലെങ്കിൽ അവര് ഈ എന്താണോ ഹിന്ദു രാഷ്ട്രം ഇച്ഛിക്കുന്നത് അതെപ്പോഴും ഏറ്റുവാങ്ങണം. എന്ന് പറഞ്ഞാല് ഹിന്ദു രാഷ്ട്രം ഒരു ദിവസം പറയാണ് നിങ്ങൾക്ക് വോട്ടില്ല, വോട്ടവകാശം ഇല്ല, ഓക്കെ ശരി ഞങ്ങൾക്ക് വോട്ടവകാശം വേണ്ട. അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം പറയാണ് നിങ്ങളെ ഗെറ്റോയിസേഷൻ, ഇപ്പൊ ജ്യൂസിനൊക്കെ ചെയ്ത പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിങ്ങൾ അടയ്ക്കാൻ പോകും, ശരി. അത്തരത്തില് ഈ മെജോറിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഹിന്ദുക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വിധി എന്ന് പറയുന്നത്. എത്രമാത്രം മനുഷ്യാവകാശ ലംഘനവും ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തില് എത്രമാത്രം അപലപിക്കപ്പെടുന്നതാണ്. അതിൽ റേസിസം ഉണ്ട്, അതിൽ ഫാസിസം ഉണ്ട്, അതിൽ നമുക്കറിയാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആധിപത്യ സ്വഭാവവും ഉണ്ട്. അങ്ങനെ ആഭ്യന്തരമായി ഒരു വംശീയതയും ഫാസിസവും റേസിസവും ഒക്കെ വളർത്തുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് നമ്മൾ നിരന്തരം ഓർമ്മിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്തരം ഈ പറഞ്ഞ പോലെ സാംസ്കാരിക സംഘടനയാണ് എന്നൊക്കെ തോന്നിപ്പോവും അല്ലെ? ആളുകൾക്ക് ഭയങ്കര ഷോർട്ട് ടേം മെമ്മറി ആയതുകൊണ്ട് ആദ്യത്തെ കാര്യമൊക്കെ മറക്കും. ഇപ്പൊ ഈ സാംസ്കാരിക സംഘടനയാണെന്ന് ഒരുപാട് ആളുകൾ പറയുമ്പോ ചിലവരെങ്കിലും വിചാരിക്കാൻ ശരിയാണല്ലോ, ഇത് വലിയ പ്രശ്നമില്ലല്ലോ എന്നല്ലേ. ഇവരതുപോലെ എത്ര തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്? എന്തൊക്കെയായിരുന്നു കാരണങ്ങള്? ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയില് ഈ പറയുന്ന ഈ പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ടാണ് പലപ്പോഴും. അതൊന്ന്. രണ്ടാമത്തത് നമ്മൾ ഈ പാശ്ചാത്യ ഫാസിസത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഹിറ്റ്ലറെ പറ്റി, മുസോളിനിയെ പറ്റി ഒക്കെ ധാരാളമായിട്ട്, ഫ്രാങ്കോയെ പറ്റി ഒക്കെ ധാരാളമായിട്ട് നമുക്കറിയാം. നമ്മള് അതിന്റെയൊക്കെ നൃശംസതകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പാൻ ഫ്രാങ്കിന്റെ ഡയറി കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്റെയൊക്കെ ഈ യുവത്വത്തില് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം പ്രധാനമായിട്ട് കളിച്ചിരുന്ന ഈ നൈറ്റ് ആൻഡ് ഫോഗ് പോലെയുള്ള അലൻ റെനേറെ സിനിമയുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്ത് സംഭവിച്ചു, ഇത്തരമൊക്കെ നമുക്ക് ധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ മൂക്കിന്റെ മുന്നിൽ കേരളത്തിൽ 1 ലക്ഷം ശാഖയുള്ള ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തില് നമുക്ക് ബോധ്യമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭീകരാവസ്ഥയാണ്. മാത്രമല്ല ഈ ഹിറ്റ്ലർ മുസോളിനിയൊക്കെ ഒരു 10-15 വർഷത്തെ ഒരു സ്പാനിലെ പ്രവർത്തിച്ചിരുന്നുള്ളൂ. അവര് ഭാഗ്യവശാൽ അത്രേ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും സെക്കൻഡ് വേൾഡ് വാർ വരികയും അവർ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. ഇത് 100 വർഷം ആവാൻ പോവാണ്. 1925 ഉണ്ടായ സംഘടന നിരവധി തിരിച്ചടികൾ നേരിട്ടിട്ടാണ് ഇത്രയും ബലം വെച്ച് ഇപ്പം ഭരണം അവരുടെ കയ്യിലാണ് അത്തരത്തില് വളർന്നത്. ഈ ലാസ്റ്റ് ഇലക്ഷനില് അതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെ ഈ അവസാനത്തെ ഇലക്ഷനില് ഒരു കനത്ത തിരിച്ചടി അവർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തു. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മനുഷ്യര് വലിയ തിരിച്ചടിയാണ് കൊടുത്തത്. ഇപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്ന് അവർ വിളിക്കുന്ന അയോധ്യയിലെ, ഞാനതിനെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാനന്തര മന്ദിരം എന്നാണ് വിളിക്കുക. ആ സത്യാനന്തര മന്ദിരം നിൽക്കുന്ന സ്ഥലത്ത് അവരെ തോൽപ്പിച്ചു. അവിടെ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ദളിതനാണ് ജയിച്ചത്. അതുകൂടി നമ്മൾ ഓർക്കണം. ഒരു ജനറൽ സീറ്റ് ദളിതനാണ് ജയിക്കുന്നത്. അപ്പൊ അത്തരം തിരിച്ചടികൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിപ്പം ഈ സംഭാഷണം സാധ്യമാവുമെന്ന് സുനിത ആലോചിക്കണം. തീർച്ചയായിട്ടും ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം കയ്യിൽ വെച്ചിട്ടായിരുന്നു അവർ ഇലക്ഷനിലേക്ക് വന്നത്. കാരണം പല കാര്യം കൊണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ RSSന്റെ 100ാം വർഷമാണ്. RSS ഉണ്ടായ അല്ലെങ്കിൽ RSSന് ഉണ്ടാക്കിയ പുസ്തകം എന്ന് വിളിക്കാവുന്ന ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 100ാം വർഷമായിരുന്നു 23-ല്. അപ്പം പലതുകൊണ്ടും അയോധ്യയിലെ മന്ദിരം പണിതു. അവരുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ഇതൊക്കെ ചേർത്തിട്ട് ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് UP-യിലെയും മഹാരാഷ്ട്രയിലെയൊക്കെ മനുഷ്യര് അവർക്ക് വലിയ തിരിച്ചടി കൊടുത്തത്. അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ശക്തി വലുതായിട്ട് കുറയ്ക്കാൻ പറ്റി.
അതേസമയം നമ്മൾ ഈ സംസാരിക്കുമ്പോ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്, തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആർ എസ് എസിനോട് വിമുഖത പുലർത്തുന്ന, അല്ലെങ്കിൽ ആർ എസ് എസിനോ ഹിന്ദുത്വ ആശയങ്ങൾക്കോ കയറിപ്പറ്റാൻ പറ്റാത്ത ഒരു ഉട്ടോപ്പിയാണെന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്നു. അത് അതുകൂടി നമ്മള് അത്തരം ഒരു മൊമെന്റിലാണ് ഈ സംഭാഷണം നടക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആർ എസ് എസിനെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന്റെ അപകടം അവിടെയാണ് കിടക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ കർണാടകത്തിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായി, ആന്ധ്രയിലും തെലങ്കാനയിലും മുന്നേറ്റം ഉണ്ടായി. ഒരിക്കലും ചെല്ലില്ല എന്ന് വിചാരിക്കാൻ തമിഴ്നാട്ടിലും ഏതാണ്ട് 10% കൂടുതൽ വോട്ടുകൾ അവർക്ക് കിട്ടി. കേരളത്തിലാണെങ്കിൽ 30%, അവർ ബലമുള്ള മണ്ഡലങ്ങളിൽ 30% വരെ വോട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഒരു MP ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോഴും ഈ സംഘടനയെ കുറിച്ച് അറിവില്ലായ്മ വെച്ച് പുലർത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് മെമ്മറിയിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം കൂടുതൽ ഉണ്ടാക്കുന്നതിന് പകരം അത് ഒരു സാംസ്കാരിക സംഘടനയാണെന്നുള്ള തരത്തിലുള്ള ചില ലെജിറ്റിമൈസിങ്, അത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അത് എത്ര ഉദാസീനത കൊണ്ടായാലും, എത്ര തരത്തിലുള്ള ഒരുപക്ഷെ ഒരു കാഷ്വൽ ടോക്ക് ആയാൽ പോലും അത് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ. അത് നിരോധനം എന്ന് പറയുന്നത്, ഇത് ഉടലെടുക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അത് നമുക്കറിയാലോ, 1925-ലാണ്. ഇത് ഉടലെടുത്തപ്പോൾ ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അനുകൂലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലം കൊടുത്ത സംഘടനയാണ് ഈ ഹിന്ദു മഹാസഭയും RSSഉം പോലുള്ള സംഘടനകൾ. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അന്ന് കത്തി നിൽക്കുകയാണ്. ഈ സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോഴേക്കും ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള മാസ് മൂവ്മെന്റ് ആയിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ അതുവരെ ഇപ്പം ഗാന്ധിക്ക് മുമ്പുള്ള ഒരു സ്വാതന്ത്ര്യ സമരം നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രാഹ്മണിസ്റ്റുകളായിരുന്നു മുൻകൈ എടുത്തിരുന്നത് പലയിടത്തും. ഇപ്പൊ ഭഗത് സിംഗിനെ പോലെയുള്ള അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോ തിലകിനെ പോലെയുള്ള ആളുകൾ മറാത്ത പ്രവിശ്യയില്, അല്ലെങ്കിൽ ബംഗാളിലെ വിപ്ലവകാരികള്, ഇവരൊക്കെ നയിച്ചിരുന്ന ഒരു ഐഡിയോളജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. നമ്മൾ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ ആരൊക്കെ പടപൊരുതിയോ അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയുന്ന വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഈ പറയുന്ന ഹിന്ദു രാഷ്ട്ര സങ്കല്പം, ഹിന്ദുത്വ ഫാസിസമൊക്കെ ശക്തി ആർജിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഇതിനെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ മറാത്തി പ്രവിശ്യയിൽ തിലക് നടത്തുന്ന സമരം എന്ന് പറയുന്നത് ബ്രാഹ്മണിസ്റ്റുകള് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന സമരമാണ്. അതിന്റെ കാരണം ബ്രിട്ടീഷുകാർ വന്നപ്പോ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് രാഷ്ട്രീയാധികാരവും സാമൂഹ്യാധികാരവും ഉണ്ടായിരുന്നു. പേഷ്വാമാർ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു ബോംബെ പ്രൊവിൻസ് എന്ന് പറയുന്നത്, മറാത്ത പ്രവിശ്യ എന്ന് പറയുന്നത്. പേഷ്വാമാർ എന്ന് പറഞ്ഞാൽ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു. അപ്പോ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഒരു ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ട് ബ്രാഹ്മണർക്ക് എല്ലായിടത്തും മേൽക്കോയ്മ ഉണ്ടായിരുന്നു, സാമൂഹ്യ മേൽക്കോയ്മ. ജാതി ഘടനയുടെ ഫലമായിട്ട് പ്രിവിലേജസ് അവർക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ ഇന്ത്യ എന്ന് വിളിക്കുന്നത് ബ്രിട്ടീഷ് പ്രൊവിൻസ് ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ ഒരു പ്രവിശ്യ ഉണ്ട്. അത് കൂടാതെ ഹിന്ദു രാജാക്കൾ ഭരിക്കുന്ന കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്, നാട്ടുരാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടുരാജ്യങ്ങളുണ്ട്. ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്ര ഘടന എന്ന് പറയുന്നത്. അവിടെ എല്ലായിടത്തും, എല്ലാ ഭാഗത്തും അവർക്ക് മുൻഗണന കിട്ടിയിരുന്നു, ബ്രാഹ്മണന് മുൻഗണന കിട്ടിയിരുന്നു. കാരണം ബ്രിട്ടീഷുകാരായാൽ പോലും ഈ ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ സമ്പൂർണമായിട്ട് തകർക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് അവർ നീങ്ങിയിട്ടില്ല. അവരെപ്പോഴും ഈ ഇന്ത്യയിലെ ഈ ക്രീമി ലെയേഴ്സ് എന്ന് വിളിക്കാവുന്ന ആളുകളെ സപ്പോർട്ട് നേടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മറാത്ത പ്രവിശ്യയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഈ പേഷ്വാമാരെ കീഴടക്കിയിട്ടാണ് ആ ഭാഗം കയ്യിലാക്കുന്നത്. അപ്പൊ പേഷ്വാമാർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ബ്രാഹ്മണര് ഭരിച്ചിരുന്നതാണ്. സാമൂഹ്യ മേൽക്കോയ്മ മാത്രമല്ല, അവരാണ് രാജാവായിട്ട് ഇരുന്നിരുന്നത്. ക്ഷത്രിയരല്ല, ബാക്കി സ്ഥലത്ത് പോലെ ക്ഷത്രിയരല്ല, നേരിട്ട് രാജ്യം ഭരിക്കുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് ആ കുടിപ്പക തുടർച്ചയായിട്ട് നിലനിന്നിരുന്നു. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഞങ്ങളെ കീഴടക്കി രാജ്യം കൈക്കലാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ മേൽക്കോയ്മ പോകുന്നു.
രണ്ടാമത് സാമൂഹ്യ മേൽക്കോയ്മയ്ക്ക് ഇടിവുണ്ടാവുന്നു. കാരണം അതിന്റെ മുകളിൽ വെള്ളക്കാർ എന്ന് പറയുന്ന ഒരു വർഗം വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ചിത്പാവൻ ബ്രാഹ്മിൻസിന്റെ ഇടയിൽ തുടർച്ചയായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിഭാഗം പടപൊരുതിയിരുന്നു. ആ വിഭാഗം പടപൊരുതുന്നത് ഒരു സ്വതന്ത്ര മതേതര ഇന്ത്യ ഉണ്ടാക്കാനല്ല, മറിച്ച് പേർഷ്യ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനാണ്. ബ്രിട്ടീഷുകാരെ ഞങ്ങളെ തോൽപ്പിച്ച് ബ്രാഹ്മണരെ തോൽപ്പിച്ച് ഇത് കൈയടക്കി. അപ്പൊ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് വീണ്ടും ബ്രാഹ്മണ സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമായിരുന്നു അവരുടെയൊക്കെ നയിച്ചിരുന്നത്. പക്ഷെ ഗാന്ധി വന്നതോടുകൂടി ഇതിന്റെ സ്വഭാവം മാറുകയാണ്. പ്രത്യേകിച്ച് ഖിലാഫത്ത് മൂവ്മെന്റ് കൂടി വന്നതോടുകൂടിയിട്ട് മുസ്ലിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നു. മാത്രമല്ല ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം, ആദിവാസി വിഭാഗം ആയിക്കോട്ടെ, തീരദേശവാസികളായിക്കൊള്ളട്ടെ, എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടേതായ രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഈ ഇന്ത്യയിലെ ഒരു ബഹുസ്വര സമൂഹം, ബഹുജാതി സമൂഹം എല്ലാവരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരാവുന്നു. ഇത് പൊളിക്കണമെങ്കിൽ ഒരു 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 ഇന്ത്യക്കുള്ളിൽ നിന്ന് ഒരാളുടെ ഒരു കൂട്ടരുടെ സഹായം അവർക്ക് ആവശ്യമായിരുന്നു. അപ്പോഴാണ് സവർക്കർ ഹിന്ദുത്വമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ പുറത്താക്കണം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഈ മുസ്ലിങ്ങൾക്ക് അസ്തിത്വം ഇല്ല എന്ന് പറയുന്ന, മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കരുതെന്ന് പറയുന്ന ആശയമായിട്ട് സവർക്കർ വരുന്നത്. അത് ഇവരെ സംബന്ധിച്ച് വലിയ സഹായമായിരുന്നു. കാരണം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ അതിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ പുസ്തകത്തെ അവലംബിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RSS ഉണ്ടാകുന്നത്. മാത്രമല്ല RSSന്റെ ആദ്യത്തെ സർസംഘചാലക്കായിട്ടുള്ള ഖഡ്ഗേവാർ ഇവരോട് പറയുന്നത്, അണികളോട് പറയുന്നത്, നിങ്ങൾ ഒരു മൂവ്മെന്റിലും പങ്കെടുക്കരുത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ നിങ്ങളുടെ എനർജി ചെലവാക്കരുത്, നമുക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ എതിർക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവരുതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സ്ഥലത്തും RSS പങ്കെടുത്തിട്ടില്ല. ഈ ദേശീയതയും ഇതൊക്കെ പറയുന്ന, ഘോരഘോരം പ്രസംഗിക്കുന്ന ഇവരെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പൊടി പോലും കണ്ടുപിടിക്കാനില്ല. അപ്പൊ അങ്ങനെ ദേശവിരുദ്ധായ നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ RSS തുടക്കത്തിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷ് ആനുകൂല്യം അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോ ബ്രിട്ടീഷുകാര് ഈ കായിക പരിശീലനങ്ങൾ, സുനിതയ്ക്ക് അറിയാലോ, RSSന്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒന്ന്, അതിൽ കായിക പരിശീലനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത് അതിന്റെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹിന്ദുത്വം പഠിപ്പിക്കുന്ന ഒരു പാഠശാല കൂടിയിട്ടാണ് അത്. അപ്പോ ബ്രിട്ടീഷുകാര് സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു പൊതു നിയമം കൊണ്ടുവന്നു. ഈ കായിക പരിശീലനം നടത്തുന്ന അത്തരം പരിപാടികൾ അവസാനിക്കുക. കാരണം യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ ഈ കായിക പരിശീലനം നടത്തുന്ന മനുഷ്യർ ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതിനെ ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല RSSന്റെ ഒരു വലിയ ഇരട്ടത്താപ്പ് ബ്രിട്ടീഷുകാർക്ക് എന്നും അറിയായിരുന്നു. ബ്രിട്ടീഷുകാര് ഇവരെ അനുകൂലിച്ചെങ്കിൽ പോലും RSS അന്താരാഷ്ട്ര തലത്തില് ഈ ഫാസിസത്തിന്റെ, ജർമ്മനിയോടും ഇറ്റലിയോടും, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ബ്രിട്ടന്റെ ശത്രുക്കളായിട്ടുള്ള ജർമ്മനിയോടും ഇറ്റലിയോടുമാണ് ആഴത്തിൽ കൂറുപുലർത്തുന്നതെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അപ്പൊ RSS ഒരു ഇരട്ട റോളായിരുന്നു ഇവിടെ കളിച്ചിരുന്നത് ഇന്ത്യയിൽ. ഒരേ സമയം ബ്രിട്ടീഷുകാർ, ഇന്ത്യക്കുള്ളിൽ ബ്രിട്ടീഷുകാരെ പിണക്കാതിരിക്കുക, പക്ഷെ ആഗോള തലത്തില് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും നയങ്ങൾ ഉപയോഗിച്ച് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇത് ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടോ ഈ കായിക പരിശീലനം നിരോധിച്ചു സെക്കൻഡ് വേൾഡ് വാറിൽ. അതാണ് RSSന്റെ മേലിലുള്ള നിരോധനം. മുഴുവൻ പൂർണ്ണ നിരോധനം എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ഈ കായിക പരിശീലനം എന്ന് പറയുന്ന സംഗതി നിരോധിച്ചു. അത് നിരോധിച്ചപ്പോ ഇവർ മറികടക്കുന്നത്, അതാണ് ഈ ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞ പല രൂപത്തിലും വരും. ഇവര് മറികടക്കുന്നത് ഹിന്ദുരാഷ്ട്ര ദൾ എന്ന് പറയുന്ന ഒരു ഒളി സംഘടന ഉണ്ടാക്കിയിട്ടാണ്, HRD എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ, RSSന്റെ ഉള്ളിൽ തന്നെയുള്ള ചിത്പാവൻ ബ്രാഹ്മിൻസിനെ തെരഞ്ഞെടുത്തിട്ട് സവർക്കർ ഉണ്ടാക്കുന്ന സംഘടനയാണ് ഈ HRD എന്ന് പറയുന്നത്. ഈ HRDക്കാരാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയെ കൊല്ലുന്നത്. ഈ ആപ്റ്റെയും ഗോഡ്സെയും ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ് കോർ ആൾക്കാർ എന്ന് പറയുന്ന അവരെയാണ് സംഘടിപ്പിച്ചാണ് HRD ഉണ്ടാക്കുന്നത്. അപ്പൊ RSS മറികടക്കുന്ന അങ്ങനെയാണ്. രണ്ടാമത്തെ നിരോധനമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്, ഗാന്ധിവധത്തിന് ശേഷമുള്ള നിരോധനം എന്ന് പറയുന്നത്. ഈ ഗാന്ധിവധത്തില് ഇപ്പം അവർ പറയുന്ന RSS പങ്കാളിയല്ല എന്നാണ്. നിയമപരമായിട്ട് അങ്ങനെയല്ല. ഇപ്പം ഒരു കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം നടന്നാലും ഒരു സംഘടനയല്ല ശിക്ഷിക്കപ്പെടുക, മറിച്ച് വ്യക്തികളാണല്ലോ. അതിൽ പങ്കെടുത്ത ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളായാലും ആ വ്യക്തികളാണ് കൊല്ലപ്പെടുക.
പക്ഷെ നമ്മള് പഠിക്കുന്നത് ഇതിന്റെ നിയമം മാത്രമല്ല, മറിച്ച് നമ്മൾ ഇതിന്റെ ബാക്കി എന്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് സംഭവിച്ചത്, സാമൂഹികമായിട്ട് സംഭവിച്ചത് എന്ന് പറയുന്നതാണ് ജനത പഠിക്കേണ്ട കാര്യം. അല്ലാണ്ട് ഒരാൾ എന്ന് പറയുന്ന, ഇപ്പൊ ഗോഡ്സെ എന്ന് പറയുന്ന ഒരാളാണ് ഗാന്ധിയെ കൊന്നത്. നമുക്കറിയാം ഗോഡ്സെ സ്വന്തം ഇഷ്ടത്തിനല്ല കൊന്നത്, മറിച്ച് ഒരു വലിയ ഗൂഢാലോചനയുടെ ഇങ്ങേറ്റത്തെ കൈമാത്രാണ് ഗോഡ്സെ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയമായിട്ട് RSS നിരോധിക്കപ്പെടുന്നത് ഗാന്ധിവാദത്തിന്റെ പേരിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രല്ല ആ സമയത്ത് RSSന് എതിരെ വലിയ ജനവികാരം ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഈ RSS ഉണ്ടാവുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഹിന്ദു മഹാസഭ 1924 ഒരു ഹിന്ദു സ്വയം സേവക സംഘം ഉണ്ടാക്കാനായിട്ട് കുറെ പേരെ ചുമതലപ്പെടുത്തുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഈ ബാബാറാവു എന്ന് വിളിക്കുന്ന ഗണേഷ് ദാമോദർ സവർക്കറാണ്. അതായത് വിനായക് ദാമോദർ സവർക്കറുടെ ജ്യേഷ്ഠനാണ് ഈ ഗണേഷ് ദാമോദർ സവർക്കർ. അദ്ദേഹം ഈ RSSന്റെ ഒരു പ്രാഗ്രൂപമായിട്ടുള്ള തരുൺ ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനായി, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ രാഷ്ട്ര സ്ഥാപനത്തിനായിട്ട് കലാപം ചെയ്യാനുള്ള ഒരു കായിക സംഘം എന്നുള്ള നിലയ്ക്ക്, എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഏതാണ്ട് സൈന്യം എന്നുള്ള നിലയ്ക്ക് തരുൺ ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. ഏതാണ്ട് 500 പേര് അതിൽ മെമ്പറായിരുന്നു. മറ്റൊരു ആള് ഹിന്ദു മഹാസഭ ഇത്തരം ഒരു സംഘം ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തുന്ന BS പ്രധാനപ്പെട്ട ഈ മുഞ്ചെ 1931 നേരിട്ട് മുസോളിനിയെ കാണാൻ ഇറ്റലിയിൽ പോകുന്നുണ്ട്. ഇറ്റലിയിൽ പോയി, ഇറ്റലി ഫാസിസ്റ്റ് ഒരു റെഷീം നിലനിൽക്കുന്ന ഇറ്റലിയിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് മുസോളിനി അവിടെ ഫാസിസം നടപ്പാക്കുന്നതെന്ന്. മുഞ്ചെ നേരിട്ട് പോയിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അപ്പം അയാൾക്ക് മനസ്സിലായി 2 തരം. ഇപ്പം ബലില്ല സ്കൂൾ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് മുസോളിനിയുടെ, ഒരു വലിയ പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് ആണ് ഫാസിസത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് സ്കൂളിൽ പോകുന്ന പോലെ സ്കൂളിൽ പോകുമ്പോ നമ്മൾ ഇന്ന് ഈ ലോകത്തെ അറിവുകളൊക്കെയാണ് പഠിപ്പിക്കുക. അതിന് പകരം ഒരു ഫാസിസ്റ്റ് സ്കൂൾ നിർമ്മിക്കുക. അപ്പൊ ഈ കുട്ടി അവിടെ ചേരുമ്പോ ഫാസിസത്തിന്റെ ഡോക്ട്രിൻസും അതിനാവശ്യമായിട്ടുള്ള ഒരു കായിക പരിശീലനം, വലിയ ആണത്ത സംഘടനയാണല്ലോ, മസില് പെരുപ്പിക്കുക എന്ന് പറയുന്നതാണല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസിസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ബലമുള്ളവനെ ലോകം ഭരിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന സങ്കല്പം. ആരാണോ ബലിഷ്ഠൻ അവനാണ് നേതാവ്, അവനാണ് ലോകം ഭരിക്കാൻ അർഹത. ബാക്കിയുള്ളവർക്ക് ഒന്നും അസ്തിത്വമില്ല. ബാക്കിയുള്ളവരെല്ലാം ദുർബലർ എന്ന് പറഞ്ഞാൽ പുഴുക്കളെ പോലെ മൃഗങ്ങളെ പോലെയാണ്. അപ്പം അതുകൊണ്ട് ബലില്ല സ്കൂളിൽ പോകുമ്പോൾ കായിക പരിശീലനം നൽകുന്നു, അതിനാവശ്യമായിട്ടുള്ള ഈ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഇതും നൽകുന്നു. ഇത് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ അടുത്ത സ്കൂൾ അവാങ്കാഡിസ്റ്റി എന്ന് പറഞ്ഞ സ്കൂളാണ്. അവിടെ കുറേം കൂടി മുതിർന്ന തരത്തിലുള്ള ആയുധങ്ങൾ, തോക്ക് പോലെയുള്ള വസ്തുക്കള്, സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്നു. കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഈ ആശയം കുത്തിവെക്കപ്പെടുകയാണ്. ഇപ്പൊ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വന്നാൽ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ആയിട്ടാണ് വരിക. മാത്രമല്ല രാജ്യത്തിന് സൈന്യമൊന്നും ആവശ്യമില്ല, ഒരു കൈ കൊട്ടിക്കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ സൈന്യമായിട്ട് വരികയാണ്. ഈ അടിസ്ഥാനമാണ് RSSന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് RSS ശാഖകളിൽ കായിക പരിശീലനം നടത്തുന്നതും ആ രീതിയിലുള്ള സംഗതികൾ. ഇപ്പൊ അഗ്നിവീർ എന്നൊക്കെ പറയുന്ന പദ്ധതി പോലും ഗവൺമെന്റ്, ഈ ഹിന്ദുത്വ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പദ്ധതി പോലും അതുമായിട്ട് കൂട്ടി വായിക്കണം. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോ കായിക പരിശീലനം, പ്രത്യേകിച്ച് ആയുധ പരിശീലനം സിദ്ധിച്ച മനുഷ്യർ പുറത്തു വരികയാണ്. ഇവര് ഇവിടെ ഉണ്ട്. അപ്പം ഒരാവശ്യം വരുമ്പോ കൈ കൊട്ടിയാൽ ഇവരൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഫാസിസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ശത്രുക്കളെ കൊല്ലാനോ, ആഭ്യന്തരമായിട്ടുള്ള അവര് ശത്രു എന്ന് വിളിക്കുന്ന ആരെ കൊല്ലാനോ നശിപ്പിക്കാനോ പറ്റുന്ന തരത്തിലുള്ള ഒരു സേന വാർത്തെടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ആശയം. അപ്പൊ ഇതും വെച്ചിട്ടാണ് മുൻപേ വരുന്നത്. അങ്ങനെയാണ് RSS രൂപീകരിക്കുന്നത്. പക്ഷേ ഗാന്ധി വധം അവരെ തകർത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അവര് വിചാരിച്ചത് ഗാന്ധിയെ കൊന്നു കഴിഞ്ഞാൽ ഈ 47 അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവുമ്പോ അവര് വിചാരിച്ചത് ഈ വിഭജനം നടക്കുകയാണല്ലോ. അപ്പൊ ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു, ഇസ്ലാം റിപ്പബ്ലിക് ആവശ്യപ്പെട്ടു. വളരെ സ്വാഭാവികമായിട്ട് ഇസ്ലാം പോയി കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഹിന്ദു റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കൂളായിട്ട് നടപ്പാക്കാം എന്നാണ് അവർ വിചാരിച്ചത്. അതിന് തക്ക സാഹചര്യം അവർക്കുണ്ടായി. എന്ന് പറഞ്ഞാല് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദു അഭയാർത്ഥികള്
ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായിട്ട് വേർതിരിച്ചപ്പോ അത് ഇസ്ലാമിക റിപ്പബ്ലിക് ആയതുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ലാഹോറിൽ നിന്നും കറാച്ചിയിൽ നിന്നൊക്കെയുള്ള മനുഷ്യര് ഒഴുകാണ്. അപ്പോ ഇവിടെയാണെങ്കിൽ ഒരു ഗവൺമെന്റ് വന്നിട്ടേ ഉള്ളൂ, പുതിയൊരു ഗവൺമെന്റ് വന്നിട്ട്, അതും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ല, ഇടക്കാല ഗവൺമെന്റ് ആണ്. അതിന്റെ സിസ്റ്റംസ് ഒക്കെ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ബ്യൂറോക്രസി എന്ന് നമ്മൾ വിളിക്കുന്ന എക്സിക്യൂട്ടീവ്സ് എന്നൊക്കെ വിളിക്കുന്ന അത് തകർന്നു പോയി. എന്ന് പറഞ്ഞാൽ പോലീസുകാര് പോലീസ് സേനയൊക്കെ തകർന്നു പോയി. ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ കെടുക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ പോലീസ് സേനയിൽ വളരെ കുറവുണ്ടാവുന്നു. അങ്ങനെ മൊത്തം സിസ്റ്റം അത് തകർന്നു കിടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഈ അഭയാർത്ഥികള് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോ അവർ അസ്വസ്ഥരാണ്. അവരൊരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു വരുന്നവരാണ്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോ ഒരു ദിവസം അവിടെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന അസറ്റ് ഉണ്ടായിരുന്ന മനുഷ്യര് ഒറ്റ ദിവസം അവിടുന്ന് റെഫ്യൂജീസ് ആയിട്ട്, അഭയാർത്ഥികളായിട്ട്, എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ട് അവര് ശോഭാകുലരാണ്. മാത്രല്ല ഇന്ത്യയിൽ ഈ തകർന്ന ഒരവസ്ഥ മൂലം ഒന്നും കെട്ടിപ്പടുക്കാൻ പറ്റാത്ത, സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇവരിവിടെ ഇന്ത്യയിൽ വരുമ്പോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമില്ല, താമസ സൗകര്യം ഇല്ല, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് പോലുമുള്ള സൗകര്യം ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ് അവർ ക്യാമ്പുകളിൽ അവർ അനുഭവിക്കുന്നത്. അപ്പോ ഹിന്ദു മഹാസഭയും ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ സംഘടനകളൊക്കെ വിചാരിക്കുന്നത് ഇവരെ മുൻനിർത്തിയിട്ട് ഹിന്ദു രാഷ്ട്രം പിടിച്ചെടുക്കുക. കാരണം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി, ബാക്കി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക. അപ്പോ അതിന് തടസ്സം നിന്നിരുന്നത് ഗാന്ധിയെ പോലെയുള്ള, നെഹ്റുവിനെ പോലെയുള്ള, അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യയിലെ എല്ലാ നേതാക്കളും, എല്ലാ വലിപ്പമുള്ള നേതാക്കളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, അന്നത്തെ ഇന്ത്യയിലെ എല്ലാ നേതാക്കളും ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാകണം എന്ന വലിയ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. കാരണം ഇന്ത്യ അങ്ങനെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യ ബാൾക്കനൈസേഷൻ ഒക്കെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞു പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയില് വിവിധ ഭാഷകളാണ്, വിവിധ സംസ്കാരങ്ങളാണ്, വിവിധ ഭക്ഷണ രീതി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നിൽക്കണമെങ്കിൽ ഇതില് ഒരു സെക്യുലറിസം നിലനിർത്തണം. അപ്പൊ ഇവര് മുഴുവൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇവരെ വെച്ചുകൊണ്ട്, ഈ അഭയാർത്ഥികളെ വെച്ചുകൊണ്ട് ഇത് തകർത്ത് ഈ നേതാക്കളെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രം എളുപ്പത്തിൽ സാധിക്കുക. കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാന്നാണ് അവർ വിചാരിച്ചത്. അതിൽ ആദ്യത്തെ പടി ഗാന്ധിയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഗാന്ധിയാണ് ഈ പറയുന്ന കൽക്കട്ടയിൽ നിരാഹാരം ഇരുന്നു 73 മണിക്കൂർ, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡൽഹിയിൽ നിരാഹാരം ഇരിക്കുന്നത്. 78 വയസ്സുള്ള ഒരു മനുഷ്യൻ ആണിങ്ങനെ കുറുകെ നിൽക്കുന്ന, ഇവരൊരു സ്വപ്നത്തിന് കുറുകെ നിൽക്കുന്നത്. അപ്പോ ഗാന്ധിയെ ഇല്ലാതാക്കാൻ നിശ്ചയിക്കുന്നു. ഗാന്ധിയെ കൊന്നതിന് ശേഷം പക്ഷേ ഇവര് വിചാരിച്ച പോലെയല്ല സംഭവിച്ചത്. മരിച്ച ഗാന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ശക്തിയാണെന്ന് തെളിയിച്ചു. ഇവരെ മാർജിനലൈസ് ചെയ്തു. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ 48 ഫെബ്രുവരി തൊട്ട് ഏതാണ്ട് 49 ജൂലൈ വരെ ഇവർക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോഴും നിരോധനം വരുന്നുണ്ട്. ആ നിരോധനമാണ് RSSനെ യഥാർത്ഥത്തില് ഇന്ത്യയുടെ ആദ്യ വർഷങ്ങളിൽ തകർക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ശക്തിയാവുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അവരുടെ ആദ്യത്തെ ഇലക്ഷൻ വരുമ്പോ സുനിത ഓർക്കണം, 51-52 ഇവര് എലക്ഷൻ വരികയാണ്, ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ അതുവരെ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന, അന്ന് ഈ രാഷ്ട്രീയ ഇപ്പൊ BJP എന്നൊക്കെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ജനസംഘം എന്നൊക്കെ വിളിക്കുന്ന പോലെ, ഹിന്ദു മഹാസഭയായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയമായ മുഖം. ഇവരെ ഇലക്ഷൻ പോകുമ്പോൾ ഇവരുടെ വിചാരം പ്രധാനപ്പെട്ട പ്രതിപക്ഷമെങ്കിലും ആവുന്നതാണ്. കാരണം അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ അവര് നിലനിന്നിരുന്നത്. കോൺഗ്രസിനെ ഏറ്റവും എതിർക്കുന്ന ആൾക്കാരായിട്ട് നിലനിന്നിരുന്നത്. എലക്ഷൻ വന്നപ്പോൾ ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റാണ്, ഒളിഞ്ഞുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ട് വരുന്നത് അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവര് RSS ആ സമയത്ത് ഈ ഹിന്ദു മഹാസഭ ഗാന്ധിയെ കൊന്നപ്പോ അങ്ങേയറ്റം അൺപോപ്പുലർ ആയിന്ന് തിരിച്ചറിഞ്ഞ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോ അതാണ് ഈ ഫാസിസ്റ്റുകളുടെ കൗശലം. അവർ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന പേരെ വെക്കരുത്. കാരണം അന്ന് ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും. ഈ ഗാന്ധിയെ കൊന്നത് ഹിന്ദു മഹാസഭ അംഗങ്ങളായതുകൊണ്ട്. അതുകൊണ്ട് അവർ ഭാരതീയ ജനസംഘ് എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി ഉണ്ടാക്കുന്നത്. അതിന്റെ ചർച്ചകളിൽ കൂടെ കടന്നുപോയാൽ വലിയ രസമാണ്. ഇപ്പം ഈയിടെ മരിച്ച AG നൂറാണി RSS എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ട്.
അതിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജി പറയുന്നത് നമ്മൾ ഹിന്ദു സംഘടനയാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ഹിന്ദുത്വ സംഘടനയാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. പക്ഷെ നമ്മൾ ജനങ്ങളോട് ഇപ്പൊ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പേര് സ്വീകരിച്ചാൽ മതി. അങ്ങനെയാണ് അവർ ആദ്യത്തെ ഇലക്ഷന് ഭാരതീയ ജനസംഘമായിട്ട് നിൽക്കുക. പക്ഷെ അവർക്ക് 3 സീറ്റേ കിട്ടുന്നുള്ളൂ, തകർന്നുപോയി. വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ യോഗി ആദിത്യനാഥ് ഒക്കെ പോലെ അന്ന് സന്യാസിമാരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടി, കർപ്പത്രി മഹാരാജ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിൽ. അതിന് 3 സീറ്റാണ് കിട്ടിയത്. 9 സീറ്റാണെന്ന് ആകെ കിട്ടിയത്. ഏത് 3 ഹിന്ദുത്വ പാർട്ടികൾ കൂടി കിട്ടിയത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാവുമെന്ന് വിചാരിച്ച ആളുകളെ തുടച്ചു നീക്കി ഇന്ത്യൻ ജനത. അവിടെ നിന്നാണ് ഇപ്പൊ ഭരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മറവി കൂടിയാണ് അവര് വളർന്നത്, നമ്മുടെ മറവിയാണ് ഫാസിസത്തെ വളർത്തുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണത്. പക്ഷെ ആ സമയത്തും ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. നമ്മുടെ വലിയ നേതാക്കളുടെ ചിലതരം ദീർഘധാരണകൾ നമ്മൾ ഓർക്കണം. അന്ന് നെഹ്റുവായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഒരു അമേരിക്കൻ പത്രപ്രവർത്തകർ. അപ്പൊ നെഹ്റുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇപ്പം ഏറ്റവും വലിയ പ്രതിപക്ഷമായിട്ട് വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഭീഷണി ഉയർത്തുന്ന ആ രീതിയിൽ അവർ വളർന്നാൽ കോൺഗ്രസ് എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോ നെഹ്റു പറയും, ഡെമോക്രസിയിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അതാണ് അതിന്റെ മെക്കാനിസം. അതായത് ജനങ്ങളുടെ വിശ്വാസം നേടുന്ന പാർട്ടി ജയിക്കും. ഞങ്ങളുടെ ശത്രു ഇതൊന്നുമല്ല, ഇന്ത്യയുടെ ശത്രു ഇതൊന്നുമല്ല. ഈ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന പാർട്ടികളെ അല്ല ഇന്ത്യയുടെ ശത്രു. ഇന്ത്യയുടെ ശത്രു ഈ 9 സീറ്റ് കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. അവരിപ്പം നിങ്ങളെ കാണില്ല, ഇപ്പൊ നിങ്ങളുടെ ദൃഷ്ടിയിൽ അവർ കാണില്ല. പക്ഷെ അവരെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അവർ മൂല്യങ്ങൾക്കെതിരാണ്. ജനാധിപത്യം എന്ന് പറയുന്ന പ്രോസസ്സിന്റെ വെരി വാല്യൂസിനെതിരാണ്. അതുകൊണ്ട് അവര് വളരുന്നതാണ് സൂക്ഷിക്കേണ്ടത്. ഞങ്ങളുടെ ശത്രു അവരാണ്. അവര് എന്നെങ്കിലും ഇന്ത്യ ഭരിച്ചാൽ, നെഹ്റു അന്ന് പറഞ്ഞതാണ്, ഇന്ത്യ ഭരിച്ചാൽ എന്നേക്കും അവർക്ക് ഭരിക്കാൻ കിട്ടില്ല. കാരണം ഇന്ത്യയിലെ ഒരു സോൾ അതിനെ എതിർക്കും. ഇന്ത്യയിലെ ഒരു വലിയ പലതരം ഘടകങ്ങളാൽ ഇന്ത്യയിലെ മൂല്യങ്ങൾ അവരെ വലിച്ചെറിയും. ഒരു അധിക കാലം ഭരിക്കാൻ പറ്റും. ബട്ട് ഇന്ത്യ വിൽ സർവൈവ്. ബട്ട് അവരുണ്ടാക്കിയ പരിക്കുകൾ മാറ്റാൻ കുറെ സമയമെടുക്കും അവർ ഭരിച്ചാൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരോധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് നിരോധനം വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ചെറിയ നിരോധനങ്ങൾ, വലിയ നിരോധനം എന്ന് പറഞ്ഞാൽ ഗാന്ധിവാദത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഏതാണ്ട് 1.5 വർഷം കാലം അവരുടെ നിരോധിച്ചാണ്. അപ്പൊ ഈ അപ്പോഴും അവരുടെ സർക്കാർ ജോലിക്കാർ RSSൽ പ്രവർത്തിക്കരുത് എന്നുള്ള അത് എങ്ങനെ വരുന്നത്? അതും ഈ ഗാന്ധിവാദത്തിന്റെ സമയത്ത് തന്നെയാണ് വരുന്നത്? അതെ, അത് വളരെ കൃത്യമായിട്ട് എന്നാണ് അതൊരു ഗവൺമെന്റ് ഓർഡറിന്റെ രീതിയിൽ പുറത്തിറങ്ങിയെന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ല. എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ RSS അതായത് ഇന്ത്യയിലെ വിഭജനം സംഭവിച്ചപ്പോ നമ്മൾ നേരത്തെ പറയുണ്ടായി, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളില് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. എന്ന് പറഞ്ഞാല് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെട്ട ഒരു പ്രവിശ്യ ജോലി ചെയ്തിരുന്നവരാണല്ലോ ഇന്ത്യൻ ഉദ്യോഗസ്ഥ വർഗം എന്ന് പറയുന്നത്. പക്ഷെ അത് 2 രാജ്യത്തേക്ക് വിഭജിക്കേണ്ടി വന്നു. അതായത് പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്ത ആളുകൾക്ക് പാകിസ്ഥാൻ പ്രവിശ്യയിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് വലിയ തരത്തിലുള്ള ഇടിവുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സേനയില് ഇപ്പൊ പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരിൽ കുറെ പേര് പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇന്ത്യൻ പോലീസ് സേനയെ ശോഷിപ്പിച്ചപ്പോ ഉടനടി ഒരു റിക്രൂട്ട്മെന്റിലേക്ക് പോവുകയാണ്. കുറെ പേരെ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇത് RSS ഉപയോഗിച്ചു. കാരണം അവരിൽ കായിക പരിശീലനം ലഭിച്ച വ്യക്തികളുണ്ട്. അതുകൊണ്ട് RSSന് വളരെ പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നുഴഞ്ഞു കയറാനുള്ള ഒരവസരം 47 തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, നൂറാണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 48 RSSനെ നിരോധിക്കുമ്പോ ആ നിരോധനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ RSSകാരെ അറിയുന്നുണ്ട് നിരോധിക്കാൻ പോകുന്നു. കാരണം ഈ പോലീസ് സേനയിലെ ആൾക്കാർ ഉദ്യോഗസ്ഥ വൃന്ദവും RSSനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 47 തൊട്ടുള്ള കഥയാണത്. അത്
നോർത്ത് ഇന്ത്യയിലെ ആ കഥ നോക്കിയാൽ അറിയാം. 47 ഈ പറയുന്ന തരത്തില് ഉദ്യോഗസ്ഥരെ ചോർത്തി കൊടുത്തപ്പോ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒളിവിൽ പോയി. അവര് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത്. സംഘടന നിരോധിച്ചപ്പോ ഇവരൊക്കെ ഒളിവിൽ പോവാൻ അവർക്ക് കഴിഞ്ഞത് അന്ന് ഈ പോലീസ് സേനയിൽ തിരികെ കയറ്റിയ മനുഷ്യര് മുന്നറിയിപ്പ് കൊടുത്തോണ്ടാണ്. അവർ ഒളിവിൽ പോയി. ഒളിവിൽ പോയി മാത്രല്ല, അന്ന് അവരിലധികം ചെറുപ്പക്കാരാണ്. ഇത് യുവാക്കളും വിദ്യാർത്ഥികളാണ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ABVP എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. ABVP ഇപ്പൊ RSSന്റെ ഒരു ഉപസംഘടനയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അത് ഉപസംഘടനയായിട്ടല്ല ഉണ്ടാവുന്നത്. മറിച്ച് RSSന് പ്രവർത്തിക്കാൻ നിരോധനം വന്നപ്പോ മറ്റൊരു സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിലെ യുവാക്കൾ, ബൽരാജ് മധോക്കാണ് അത് എന്റെ നേതാവായിട്ട് വരുന്നത്. 1950 ഈ സംഘടന ഉണ്ടാവുന്നു. ABVP വഴിയാണ് പിന്നെ അവര് പ്രവർത്തിക്കാൻ നടക്കുന്നത്. അപ്പൊ അത് സാധിക്കുന്നത് ഈ അറിവ് മുൻകൂട്ടി കിട്ടിയത് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ RSS ആ രീതിയില് ഗവൺമെന്റിന്റെ ഉള്ളില് അവര് ഭരണത്തിന് പുറത്താണെങ്കിലും അവർക്ക് വലിയ ബന്ധം ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബന്ധം വഴി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ കപൂർ കമ്മീഷനിൽ നിരവധി പേര് അതാണ് പറയുന്നത്. നിരവധി തരത്തിലുള്ള തെളിവുകൾ കപൂർ കമ്മീഷൻ നമുക്കറിയാലോ. ഗാന്ധിവധത്തെ കുറിച്ച്, അതിന്റെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ പിൽക്കാലത്ത് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ്. ആ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ സംഘടനകളുടെ പങ്ക്, അവരുടെ പ്രവർത്തന രീതിയൊക്കെ ഒഫീഷ്യലായിട്ട് വെളിപ്പെടുത്തിയ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് മൊഴി കൊടുക്കാൻ എത്തുന്ന നിരവധി പേര് ഈ കാര്യം പറയുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളില് RSS അതിന്റെ ആളുകളെ നിയോഗിച്ചത്. എനിക്ക് തോന്നുന്നത് അതിന്റെ തുടർച്ചയായിട്ടായിരിക്കണം ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് RSS ആയിട്ട് ബന്ധം പാടില്ല എന്ന് പറയുന്ന ഉത്തരവ്. എനിക്ക് ഐ ഹാവ് ടു ചെക്ക്, ബട്ട് സബ്ജക്ട് ടു കറക്ഷൻ, അതിന്റെ തുടർച്ചയായിട്ടായിരിക്കണം അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാനുള്ള കാരണം എന്ന് തോന്നുന്നു. ഇവര് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല RSS. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഒന്നും ഒരു ഭാഗമായി നിൽക്കുന്നില്ല. പിന്നെ ഇവരെന്താ ശരിക്കും ചെയ്യുന്നത് 100 കൊല്ലായിട്ട്? RSS രാഷ്ട്രീയത്തില് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ സാംസ്കാരിക രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. മനസ്സിന്റെ ഉള്ളിലെ ഒരാളുടെ എന്ത് രാഷ്ട്രീയം പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. ഇപ്പം ഈ കൺമുമ്പില് ലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെടുമ്പോ ഈ അവിടുത്തെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന മറ്റേ ഇപ്പം ആര്യൻ ജനത എന്നൊക്കെ വിളിക്കുന്ന ആളുകളില് അവരെല്ലാവരും മനുഷ്യത്വരഹിതരായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അവരൊക്കെ നോക്കി നിൽക്കുകയാണ്. അവരൊക്കെ ഇത് കണ്ടു നിൽക്കുകയാണ്. ആരും അരുതെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹന്ന ആരന്റിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ പറയുന്ന പോലെ തിന്മയുടെ ഒരു സാധാരണീകരണം എന്ന് പറയുന്ന ഒരു ആശയം, പെനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ വലിയ ഒരു പങ്ക് വഹിച്ച ആളെ പിന്നീട് പിടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ അർജന്റീനയിൽ നിന്നാണ് അദ്ദേഹത്തെ പിടിക്കുന്നത്. അയാള് ന്യൂറംബർഗ് വിചാരണയിലൊന്നും പെടാതെ അയാള് രക്ഷപ്പെട്ടു പോയി അർജന്റീനയിൽ കള്ള പാസ്പോർട്ട് ജീവിച്ചു വരികയാണ്. അപ്പൊ ഈ ഒരു സർവൈവർ ഇയാളെ പിടിച്ച് തിരിച്ച് ടെലവീവിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോഴേക്ക് ഇസ്രായേലിന്റെ ജൂതരാഷ്ട്രം ഉണ്ടായി. അവിടെ വിചാരണയ്ക്ക് നിൽക്കുമ്പോ ആ വിചാരണയെ സംബന്ധിച്ചാണ്. അപ്പൊ അയാൾ കോടതി പറയുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു, എന്നോട് പറഞ്ഞു ജൂതന്മാരെ കൊല്ലാൻ, ഞാൻ കൊന്നു. ഇനി വേറെ നല്ല കാര്യം ചെയ്യാനാണ് ഗവൺമെന്റ് പറയായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. അല്ല, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ഹന്ന ആരന്റ് പറയുന്നത് ഇയാള് വീട്ടില് സാധാരണ അച്ഛനായിരുന്നു, കുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛനായിരുന്നു, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായിരുന്നു, സാധാരണ നിലയ്ക്കുള്ള ജീവിതം നയിച്ചു വരുന്ന ആളാണ്. അപ്പൊ ഇയാൾക്ക് സാധാരണ ജീവിതം ജീവിച്ചു വരുന്ന മനുഷ്യർക്ക് നന്മ തിന്മ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭരണകൂടം കറപ്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ കറപ്ഷന്റെ അങ്ങേയറ്റത്തെ ഭരണകൂടമാണ്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിക്കൽ മാത്രമല്ല, നമ്മുടെ മാനുഷികതയെ കറപ്റ്റ് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ കറപ്റ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മളും ഇതിന്റെ ഭാഗമായിട്ട് തീരും. ഇതാണ് RSS ചെയ്യുന്നത്. RSS ചെയ്യുന്നത് ഹിന്ദു രാഷ്ട്രത്തെ പറ്റിയുള്ള, ഇപ്പം ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ഹിന്ദുക്കളും
ഞങ്ങള് എന്താ പറയാ അന്യജാതിക്കാരി അന്യമതക്കാരി ഒഴിവാക്കണം എന്ന് പറയുന്ന ചിന്താഗതിയുള്ളവരല്ലേ. പക്ഷെ അതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രവർത്തനം നടത്തുകയാണ്. നമ്മുടെ മനസ്സ് അങ്ങോട്ട് ആക്കുകയാണ്. നമ്മുടെ അതാണ് അവരുടെ മനസ്സിനെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെ? അതാണ് അതാണ്. സാംസ്കാരിക രാഷ്ട്രീയം. അപ്പൊ ഒരു ഘട്ടം വരുമ്പോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഘട്ടം വരുമ്പോ ഇപ്പം അവർക്ക് ആദ്യം അവര് ഹെഡ്ഗേവാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല എന്നാണ്. ഉം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല, ഇത് ഒന്നും ചെയ്യില്ല. പക്ഷെ ഗാന്ധിവാദത്തിന് ശേഷം നിരോധനം വന്ന് ഇവര് നാമാവശേഷമായിട്ട് തീരാൻ പോകുമ്പോ അവര് റീതിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഭാരതീയ ജനസംഘ് ഉണ്ടാവുന്നത്. ഭാരതീയ ജനസംഘ് ഉണ്ടാക്കുമ്പോ നേരിട്ട് ദീനദയാൽ ഉപാധ്യായ അതിന്റെ ഉള്ളിലേക്ക് നിയോഗിക്കുന്നുണ്ട്. RSS കേഡറിനെ അതിന്റെ നേതാവാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനസംഘം വരുന്നു. ജനസംഘം RSSന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ട് പ്രവർത്തിക്കുന്നു. 77 അവര് ആ ജനസംഘം പിരിച്ചുവിടുകയാണ്, ജനതാ പാർട്ടിയുടെ ലയിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഘം അതിന്റെ രാഷ്ട്രീയ പാർട്ടിയെ പിരിച്ചുവിട്ടു ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ ഇതിലേക്ക്. പക്ഷെ 80 ആയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ആ കൂട്ടം തന്നെ BJP എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഗതിയായിട്ട് പുറത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ വിസിബിലിറ്റി അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ RSS 100 കൊല്ലം പ്രവർത്തിച്ച് RSSന്റെ 10 നേതാക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയൂ? ആകെ മോഹൻ ഭാഗവത് തന്നെ അറിയുള്ളൂ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കാരണം ഇപ്പം ദത്താത്രേയ ഹോസബോളിനെയും റാം മാധവനെയും കിട്ടി. ഈ കേരളത്തില് PN ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് വന്നു. കേരളത്തിൽ ആരാ RSS നേതാവ്? BJP നേതാക്കളല്ല. RSS നേതാവ് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയോ? സ്വന്തം ദേശത്ത് ഇപ്പൊ നമ്മള് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലത്ത് RSSന്റെ പ്രമുഖനാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും അറിയോ? അപ്പം അതാണ് അതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അത് പലതായിട്ട് പുറത്തു വരുള്ളൂ. ഇപ്പം പക്ഷേ ഇപ്പൊ അതിലൊരു മുഖം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും കേരളത്തെ സംബന്ധിച്ച് RSSന് പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ലാന്ന് തോന്നും. പക്ഷേ ഇവിടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല ആളുകളും RSS ലീഡേഴ്സിനെ പോയി സന്ദർശിക്കുക, അത് വലിയ വാർത്തയാവും ചർച്ചയാവും ചെയ്യുന്നുണ്ട്. അത് എന്താണ് കേരളത്തിൽ അവരുടെ റോള്? RSSന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 1,00,000 ശാഖകൾ കേരളത്തിലുണ്ട്. അവരെ വിൻ കേരള എന്ന് പറയുന്ന വിൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ കാലത്ത്. അത് പറഞ്ഞാൽ അവരൊരു സമയം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ സൗത്ത് ഇന്ത്യയിൽ ഇത്ര മുന്നേറ്റം ഉണ്ടാക്കും. കേരളത്തിലാണ് ഇന്ത്യയിൽ വെച്ചിട്ട് RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളതെന്നാണ് എന്റെ ഒരു വിവരം എന്ന് പറഞ്ഞാൽ. 1,00,000-ൽ കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 1,00,000-ൽ കൂടുതൽ ശാഖകൾ വെറുതെ ഒരു റിക്രിയേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ ചരിത്രം പ്രയോഗിച്ചു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പം മുന്നിൽ വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിലെ ഏതാനും ഗ്രാമങ്ങൾ അവർ ദത്തെടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാം? ഞാൻ കേംബ്രിഡ്ജിൽ ഒരു പേപ്പർ വായിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പേപ്പറിലാണ് ഇത് കാണുന്നത് കേരളത്തില്. അപ്പൊ എന്റെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം അവര് പരസ്യമായിട്ട് അവിടെ പ്രവർത്തിക്കുക ഈ ഞങ്ങൾ ഇന്നാൾക്ക് വോട്ട് ചെയ്യുക, ഞങ്ങൾ അധികാരത്തിൽ കയറ്റുക എന്ന് പറഞ്ഞിട്ടല്ല. മറിച്ച് അവരവിടെ ഭജന സംഘം ഉണ്ടാക്കുന്നു. ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ചുറ്റുമുള്ള മനുഷ്യരെ, വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് ഈ പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, സ്ത്രീകളെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അവർക്കൊരു പൊതുസ്ഥലം കൊടുക്കുന്നു ആരാധനയുടെ രീതിയിൽ. അല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സംഗതി ഉണ്ടാകുന്നു, ഒരു ലൈബ്രറി ഉണ്ടാക്കുന്നു, യുവാക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. ഇങ്ങനെ കുറച്ചുകൂടി നമുക്ക് പരിചയമുള്ള ഈ 5 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ നേരിടേണ്ട പ്രവർത്തനമല്ല RSSനുള്ളത്. വെങ്കടേഷ് രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിൽ കാം ജാരി ഹെ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു സന്യാസി, അയാൾ ഗുസ്തികാരനും കൂടിയിട്ടാണ്. ഈ സന്യാസിയോട് വെങ്കടേഷ് രാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ ഈ സങ്കല്പം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഈ ലക്ഷ്യത്തിന് വേണ്ടി മരിച്ചു പോകും, കാം ജാരി ഹേ, പണി തുടർന്നുകൊണ്ടിരിക്കും, ഞാനോ നിങ്ങളോ ഉണ്ടാവുക എന്നുള്ളതല്ല, ഈ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം വരെ ഈ പണി തുടരുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ CPM-നേക്കാൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ലെ? കേഡർ പാർട്ടിയേക്കാൾ ബ്രാഞ്ച് തലത്തിലും ഒക്കെ ആയിട്ട് ത്തിലെ ഫാസിസ്റ്റ് സംഘടനയാണ് അത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, എങ്ങനെയാണ് ഇപ്പം ഒരു ഹിന്ദു ഫാസിസത്തിന്റെ ഒരു രാഷ്ട്രീയം കേരളത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. അത് BJP നേതാക്കളുടെ പ്രസംഗം കേട്ടിട്ടാണോ?
അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ ആഹ്വാനമോ ബി ജെ പി നേതാക്കളുടെ വലിയ കാര്യസ്മ കൊണ്ടാണോ? അല്ല. അല്ല, മറിച്ച് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ തൊഴിൽ ഗ്രൂപ്പുകൾ, ഇതിന്റെ ഉള്ളിലൊക്കെ നിരന്തരമായിട്ട് സംഗതി വരും. ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം എന്റെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പില് ഇടയ്ക്കിടയ്ക്ക് ഈ ആർ എസ് എസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് അനുകൂലമായിട്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ ബഹുഭൂരിപക്ഷം പേരും സെക്യുലർ പാർട്ടീസിലൊക്കെ വിശ്വസിക്കുന്നു. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെയാണ്. ഇവർ ആദ്യഘട്ടത്തിൽ അതിനെ എതിർക്കുന്നു. ഈ വലിയ സജീവമായിട്ട് അതല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇവര് ഉദാസീനരാവുന്ന ഈ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷ വിരുദ്ധം, ഈ ഹിന്ദു ഭൂരിപക്ഷ ഗ്രൂപ്പ് ആയതുകൊണ്ട് വരുന്ന മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധ സന്ന്. കുറെ കഴിഞ്ഞപ്പോ ഈ പുറത്ത് സെക്യുലർ ആയിട്ടുള്ള മനുഷ്യർ തന്നെ അതിന്റെ ഉള്ളില് ഈ പറഞ്ഞതിൽ ഇത് ശരിയാണെന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തുന്നു. ഈ ഇൻഫ്ലുവൻസർ ആവുന്നു. ഇത് ആ ഭാഗം ശരിയാണെങ്കിലും ബാക്കി തെറ്റാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് വരുന്നു. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തമാശ എന്ന് പറയുന്നത്, ഒരിക്കലൊരു മെസ്സേജ് വരികയാണ്, ഔറംഗസീബ് ഭരണ സമയത്ത് ശിവജിയെ കാണാൻ ആവശ്യപ്പെട്ടു, ശിവാജി മഹാരാജാവിനെ കാണാൻ ആവശ്യപ്പെട്ടു. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സവർക്കർ ഇന്ത്യൻ ഹിസ്റ്ററി മാറ്റി എഴുതിയത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നത് ശിവജി വെച്ചിട്ടാണ്. ശിവജിയാണ് പ്രധാനപ്പെട്ട ഹിന്ദുരാഷ്ട്ര സ്ഥാപനം നടത്തി, ഹിന്ദു പത്പദശാഹി ഉണ്ടാക്കിയത് ശിവജിയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഹിന്ദുരാഷ്ട്രം വാദം എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊണ്ടുവരുന്നതല്ല. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായിരുന്നു. ഇന്ത്യയെ പല കാലങ്ങളിൽ വൈദേശികർ വന്നിട്ട് ആക്രമിച്ചിട്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അതെ. പക്ഷെ വീണ്ടും ഹിന്ദുരാഷ്ട്രം തിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് അവരുടെ ചരിത്ര ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഒരു ഡെമോക്രസിയുടെ ഉള്ളിലും ഈ ഡെമോക്രസിയിൽ സെക്യുലറിസം പറയുന്നവരെയും അല്ലെങ്കിൽ ബഹുസ്വരത ആണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നവരെയും വൈദേശികരായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതാണ് ഈ രാഷ്ട്രം എന്ന് അവരുടെ ഉള്ളില് അത്രയും രൂഢമൂലാക്കുകയാണ്. ബാക്കി എല്ലാവരും തൂത്തെറിയേണ്ടവരാണെന്നാണ്. എന്ന് പറഞ്ഞാല് ഞാനും ഇപ്പം എന്റെ അപ്പുറത്തൊരു മുസ്ലിം ഒരേ രാജ്യത്ത് ഒരേ സമയത്ത് ഒരേ ഭരണഘടനയ്ക്ക് കീഴിൽ ജനിച്ചു വളരുന്നതാണെന്ന് പറയുന്ന തത്തുല്യ ദർശനം അത് വെക്കില്ല. അതല്ലേ സത്യം. ഇപ്പൊ ഞാനും ആ ദിവസം ജനിച്ച ഇപ്പം എന്റെ അപ്പുറത്തെ ബഷീറിനും ഒരേ അവകാശമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കാര്യം അതാണ് തകർക്കുന്നത്. എന്റെ രാജ്യമാണ്, ബഷീറിന്റെ രാജ്യമല്ല എന്ന് പറയാണ്. അപ്പോ ഇത് വരുമ്പോ ഔറംഗസീബിനെ പറ്റിയൊരു കഥ പറയാണ്. ഔറംഗസീബ് ശിവജിയെ, നമുക്കറിയാം ഔറംഗസീബും ശിവജിയും തമ്മിൽ വലിയ തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശത്രുക്കളായിരുന്നു. അപ്പൊ അത് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അവർ 2 രാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത മാത്രമാണ് നമ്മൾ നോക്കുമ്പോ. ഇപ്പം ഈ ഔറംഗസീബിന്റെ സൈന്യത്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ശിവജിയുടെ പ്രധാനപ്പെട്ട സൈന്യാധിപരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. ഇതൊക്കെ മറ്റു കാര്യം. പക്ഷെ അവരുടെ വെർഷൻ അനുസരിച്ചിട്ട് ശിവജി ഹിന്ദു രാഷ്ട്രവാദിയും ഔറംഗസീബ് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കാൻ ശ്രമിച്ചാണ്. അപ്പൊ മരിക്കാൻ കിടക്കുമ്പോ ഔറംഗസീബ് ശിവജിയെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിന്നോട് യുദ്ധത്തിന് പോയതാണ് തെറ്റ്, അതിന് മാപ്പ് ചോദിക്കുന്നു. കാരണം ഞാൻ മരിച്ചാൽ എനിക്ക് സമാധാനം, എന്റെ പരലോകത്ത് ചെല്ലുമ്പോ എന്റെ ആത്മാവിന് സമാധാനം കിട്ടില്ല. ഈ പുരോഗമന പക്ഷക്കാർ എന്ന് വിളിക്കുന്ന മറ്റ് സെക്യുലർ പാർട്ടികളിൽ പെട്ട ആൾക്കാർ മുഴുവൻ അത് അത്ര ഇത് എവിടെ തെളിവെന്നൊക്കെ ചോദിക്കുന്നു, ചരിത്രം അത് കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പം ഇതിട്ട ഈ ഹിന്ദുത്വ ഇത് പറയുന്നു, അതിന് തെളിവുണ്ട്, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത പുസ്തകത്തിന്റെ പേരും ഇല്ലാത്ത ചരിത്രമൊക്കെ ഹാജരാക്കും. ഇവരാകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പൊ ചരിത്രം നോക്കിയാല് ശിവജി മരിച്ചിട്ട് 26 or 28 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ മരണ സമയത്ത് ശിവജി ജീവിച്ചിരിപ്പില്ല. ശിവജി അതിനും 2 പതിറ്റാണ്ട് മുമ്പ് മരിച്ചുപോയി. പക്ഷെ ഇത് നമ്മുടെ ഓർമ്മ വരില്ല. ഈ ഡിസ്കഷൻ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ ഓർമ്മ വരില്ല. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സത്യാനന്തരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയും സാംസ്കാരിക രാഷ്ട്രീയ രീതിയുമാണ് അത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് വെരി ബേസ് തൊട്ട് ഒരു വ്യാജാണ്, നുണയാണ്. അത് ലോക ജീവിതത്തെ പറ്റി പറയുന്നത് മുഴുവൻ നുണയാണ്.
ഇപ്പൊ അതിന് ഇന്നത്തെ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു കാലഘട്ടം എടുക്കാൻ നമ്മള് ഇപ്പൊ RSS നിരോധിത സംഘടനയല്ല. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും അവരെ പേരിൽ വലിയ കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും ഭയങ്കര ഈ ജനാധിപത്യവാദികൾ ഇത്രയും ബഹളം വെച്ചത് ചർച്ച ചെയ്യുന്ന ഒരാളെ മീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും? അല്ല, മീറ്റ് ചെയ്തതൊക്കെ വിടുക. RSS എന്തിനാണ് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തിനാണ് RSS നിലകൊള്ളുന്നത്? ഉം. അത് നമ്മള് മനുഷ്യ ചരിത്രം കടന്നു വന്നിട്ടുള്ള ഒരുപാട് പടവുകളുണ്ട്. ഇപ്പം നീതിക്ക് വേണ്ടിയുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഒരു ബോധമുണ്ട്, അല്ലെങ്കിൽ ശരി ഏതാണ് തെറ്റാണെന്ന് പറയുന്ന മൂല്യബോധം നമുക്കുണ്ട്. നമ്മൾ കോടതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് പോലെയുള്ള സേന. ഇതൊക്കെ എന്തിനാണ് ഈ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്? കുറേം കൂടി ആധുനികമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാനാണ്, കുറേം കൂടി തുല്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് പലതരത്തിൽ തുല്യത ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ജാതി വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ആണും പെണ്ണും, അങ്ങനെ പലതരത്തിൽ ലിംഗപരമായിട്ടുള്ള തുല്യത ഇല്ലായിരുന്നു, അസമത്വമായിരുന്നു. ഈ അസമത്വങ്ങളിൽ നിന്നൊക്കെ ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യര് കുറേം കൂടി നീതിയുക്തമായ ഒരു ലോകത്തിന്, ആധുനികമായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെ നൂറ്റാണ്ടുകൾ പുറകേക്ക് വലിക്കുക എന്ന് പറയുന്നതാണ് RSS ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വയലൻസ് എന്ന് പറയുന്നത് സംസ്കാരത്തില്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയിട്ടുള്ള നൈതികമായ ചുവടുകളെ മുഴുവൻ അത് ഇല്ലാതാക്കുന്നു, സാമൂഹ്യമായ ബലങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങളെ മുഴുവൻ നിഷേധിക്കപ്പെടും. ഇത് ഈ കറപ്ഷൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വയലൻസ് ആണ്. ഈ വയലൻസ് നടത്തുന്നത് കൊണ്ടാണ് അതിനെ ഫാസിസ്റ്റ് സംഘടന എന്ന് നമ്മളൊക്കെ പറയുന്നത്, വിവേകികൾ മുഴുവൻ പറയുന്നത്. അല്ലാതെ ഇതിനെ വെറുതെ ഈ പറഞ്ഞ മാതിരി ഒരു സംഘടന ജനാധിപത്യ രൂപത്തിൽ പ്രവർത്തിച്ച് അവര് കൂടുതൽ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറി എന്തേ അവർക്ക് കൂടുതൽ വോട്ട് വാങ്ങിയതല്ലേന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ അതേസമയം അത് ഈ തരത്തില് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലും നൂറ്റാണ്ടുകൾ പുറകോട്ട് വലിക്കും. നമ്മള് ലോകത്ത് മുഴുവൻ ആ വലതുപക്ഷവൽക്കരണം നടക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ആയ അർത്ഥത്തിൽ പവർ എന്ന് പറയുന്ന ഒരു ആശയം. ഇപ്പം നമ്മൾ എന്തിനാ രാജഭരണം ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമുണ്ട്. എന്തേ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ ആൾക്കാർ ജീവിച്ചിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്തിനാണ് രാജഭരണം ലോകം ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നീതിയിലേക്കുള്ള പ്രയാണത്തില് ആ സിസ്റ്റം പോരാന്ന് തോന്നുകയാണ്. ഇപ്പൊ തിരുവിതാംകൂറില് ബ്രാഹ്മണൻ ഒരാളെ കൊന്ന, ഒരാളില്ല 10 ആളെ കൊന്നാലും അവർക്ക് വധശിക്ഷയില്ല. പക്ഷെ ദളിതൻ വഴിയിൽ കയറിയാൽ അയാളെ തല്ലിക്കൊല്ലും. അപ്പൊ ഇതല്ല ആധുനികമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. തുല്യനീതിയാണ്. എനിക്കും സുനിതയ്ക്കും ഒരേ വോട്ടാണ്, ഒന്നാണ്. അല്ലാതെ ഇപ്പം എന്റെ അച്ഛൻ രാജാവായതുകൊണ്ട് എന്റെ വോട്ട് രാജാവായിരുന്നു എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ആലോചിച്ചാൽ എന്റെ വോട്ട് 10, സുനിതയുടെ വോട്ട് 0.5 ആവില്ല. എന്താ അത്? അതാണ് നീതി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സിസ്റ്റംസിനെ മുഴുവൻ തകർക്കുന്ന, ഇന്ത്യ എന്ന് പറയുന്ന മൂല്യത്തിനെ, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഇല്ലാതാക്കുന്ന, അതിന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. അത് വയലൻസ് ഉണ്ടാക്കുന്നിടത്ത് വയലൻസ് ഉണ്ടാക്കും, ശാന്തമാവേണ്ടടുത്ത് ശാന്തമാവും. അല്ലെങ്കിൽ അത് ഒരു എങ്ങനെയാണോ അത് ആളുകളെ മുഴുവൻ അതിൻ്റെതായിട്ടുള്ള ഫോൾഡിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയാല് ഞെട്ടിപ്പോവില്ലേ സുനിത? ഇപ്പൊ നോക്ക്, ഇന്ത്യയിൽ ആരാ പ്രസിഡന്റ് ആദിവാസിയാ, ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി ആരാ? പിന്നോക്കക്കാരനാ, നരേന്ദ്രമോദി പിന്നോക്ക സമുദായക്കാരനാ. അല്ലെങ്കിൽ ധനമന്ത്രി ആരാ? സ്ത്രീയാണ്, നിർമ്മല സീതാരാമൻ. നമുക്ക് ഇപ്പൊ ഈ സ്ഥലത്തല്ല ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. ഒരു രാജ്യത്തെ പറ്റി നമ്മളോട് പറയാണ്, ഇന്ന രാജ്യത്ത് നോക്കൂ, അവിടുത്തെ ഏറ്റവും ദുർബല വിഭാഗമായിട്ടുള്ള ആദിവാസികളെ, ട്രൈബൽ പ്രസിഡന്റ്, അവിടുത്തെ ഈ പറഞ്ഞ മാതിരി പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി നിലനിൽക്കുന്ന സ്ഥലത്ത് ധനമന്ത്രി എന്ന് പറയുന്ന വലിയ പോർട്ട്ഫോളിയോ വഹിക്കുന്ന സ്ത്രീയാണ്. നമ്മൾ എന്താ പറയാ? എന്തൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രാജ്യമാണ്. അല്ല, അവരങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പം ഇതാണ് RSSന്റെ തന്ത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ്. ഒരു ഹൈപ്പർ മാർക്കറ്റ് ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ആ ഹൈപ്പർ മാർക്കറ്റിനെ നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് കാണാം. കാരണം അവിടെ അരിക്ക് 50 പൈസ വില കുറവാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറും. മാത്രല്ല, അത് ചുറ്റുവട്ടത്തുള്ള നമ്മൾ അത്രയും കാലം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഈ വെളിച്ചെണ്ണക്കടയെയും
അല്ലെങ്കിൽ പലചരക്ക് കടയെ ഇല്ലാതാക്കും. അത് വലിച്ചെടുത്തിട്ട് ഹൈപ്പർ മാർക്കറ്റ് മാത്രം അവിടെ ആവും. ഇതേപോലത്തെ പൊളിറ്റിക്സ് ആണ് BJPയുടെ വംശീയ ഇപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു ചരിത്രം തൊട്ട് RSS ഉണ്ടായ അന്നോട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ. കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ അതാ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ഈ ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ് പ്രയോഗിക്കുന്നത്. RSSന്റെ കോർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ രാഷ്ട്രീയമാണ്, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തത്വമാണ്. പക്ഷേ അവര് മനുസ്മൃതി പറഞ്ഞിട്ടല്ല പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ബ്രാഹ്മണ അധികാരത്തെ പറ്റിയല്ല അവർ പറയുന്നത്. സവർക്കർ അത് വളരെ മുമ്പ് തന്നെ, സവർക്കർ 37 തൊട്ട് 24 തൊട്ട് 37 വരെ രത്നഗിരി ജില്ലയിൽ മാത്രം താമസിക്കുകയാണ് സവർക്കർ. എന്ന് പറഞ്ഞാൽ സവർക്കർ മാപ്പൊക്കെ എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാർ വിമോചിപ്പിച്ചു. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ നീതിന്യായ വ്യവസ്ഥയാണ് ലോകത്തെ ഏറ്റവും നീതിവൽക്കരിക്കപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥ, ഏറ്റവും നീതിയുള്ള വ്യവസ്ഥ എന്നൊക്കെ അവര് തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സമ്പൂർണമായിട്ട് 50 വർഷം തടവ് ശിക്ഷ കിട്ടിയ ആളാണ് ഈ 13 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ സമ്പൂർണമായിട്ട് അങ്ങനെ വിമോചനം കൊടുത്തു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഈ വലിയ കുലീനമായിട്ടുള്ള വിശ്വാസത്തിന് തകരാറിലായല്ലോ എന്ന് വെച്ചിട്ട് അവരൊരു കണ്ടീഷൻ വെച്ചു. അവര് പറഞ്ഞു രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ പ്രത്യക്ഷ രാഷ്ട്രീയം ഉപേക്ഷിക്കണം. ഞാൻ പറയുന്നവരെ രത്നഗിരി ജില്ല വിട്ടു പോകാൻ പാടില്ല, ജില്ലാ തടവ് കൊടുക്കുന്നുണ്ട്. ഈ 24 തൊട്ട് 37 വരെയുള്ള സമയത്താണ് ഈ ഹിന്ദുത്വ പരീക്ഷണം എന്ന് പറഞ്ഞ ആ ലബോറട്ടറി അവിടെയാണ് സവർക്കർ നടത്തുന്നത്. അപ്പൊ അവിടെ സവർക്കർ പന്തിഭോജനം നടത്തുന്നുണ്ട്. ആളുകളെ കൂട്ടി എന്ന് പറഞ്ഞാൽ മഹറുകളെയും ബാങ്കികളെയും ചമറുകളെയും എന്ന് പറഞ്ഞാൽ ദളിതരെ മുഴുവൻ വിവിധ വിഭാഗക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പതീത് പാവൻ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നുണ്ട്. പതീത് പാവൻ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തന്റെ ഒരു അനുയായിയെ കൊണ്ട്, പണക്കാരനായ അനുയായിയെ കൊണ്ട് നിർമ്മിച്ച് അതിലെ ദളിതർക്ക് മുഴുവൻ പ്രവേശനം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നവോത്ഥാനത്തിൽ പറയുന്ന എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ രാഷ്ട്രീയം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അവസാനത്തിൽ ഒരു മഹർ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ നാളെ മുസ്ലിം ആയാലും ഞാൻ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇതാണ് ഒരു ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം ചവിട്ടി താഴ്ത്തിയത് ആരാണോ അയാൾ ഇവരെ ഈ പറയുന്ന സിദ്ധാന്തം വിളിച്ചു പറയുന്ന തരത്തിലുള്ള ആളാക്കി തീർക്കുക എന്ന് പറയുന്നത്. ഇതാണ് വംശീയവൽക്കരണ, റേസിസം എന്ന് പറയുന്നത്. ഇതാണ് RSSന്റെ അടിസ്ഥാനം. അപ്പൊ കേരളത്തില് സവർണത കൊണ്ടു നടക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സവർണത കൊണ്ടു കൊടുക്കുന്ന ശൂദ്രരും അതിന് പുറത്തുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഈ ജാതിശ്രേണി മൂലം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തില് ഈ ഇവരുടെ കാച്ച്മെന്റ് ഏരിയ ആവുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ ബ്രാഹ്മണിസം ഇവിടെ പറഞ്ഞാൽ ഏശില്ല. അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് BJP വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ വരുന്നതെന്ന്. അപ്പൊ അതാണ് ആ പൊളിറ്റിക്സ് സങ്കീർണം. ഹൈഡ്രയെ പോലെയാണ്, ഒരുപാട് കയ്യും കാലുമുള്ള പൊളിറ്റിക്സ് ആണത്. അതിന് പല സംഘങ്ങളുണ്ട്, നമുക്കറിയാലോ. ഇപ്പൊ സംഘപരിവാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ. ഈ എല്ലാ സംഘങ്ങളിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പ്രവർത്തനം സുതാര്യമല്ലാത്തത് കൊണ്ട് ഏത് മനുഷ്യരെയും അത് പിടിക്കാം. ഏതെങ്കിലും ഒരു കൈ ഉപയോഗിച്ച്, ഒരു നീരാളി കൈ ഉപയോഗിച്ചിട്ട് പിടിക്കാം. അപ്പൊ അതിനെതിരെ വളരെ വിജിലന്റ് ആയിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഈ ചരിത്രത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള വിവേകരഹിതമായ ആശയങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നെഹ്റു പറഞ്ഞ പോലെ അത് വലിയ പണിയാണ് പിന്നീട് ആ പരിക്കുകൾ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാല് ഈ പൊളിറ്റിക്സ് ഇപ്പം സുനിത ആലോചിക്കാം, നമുക്ക് ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ സമത്വത്തെ പറ്റിയും തുല്യതയെ പറ്റിയും അങ്ങനെ നിരവധി പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആളുകളാണ് നമ്മള്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് സജീവമായിട്ട് ഈ പിടിമുറുക്കിക്കൊണ്ടാണ്. നവോത്ഥാനത്തിന്റെ വലിയ ഊർജമുള്ള, അതിനുശേഷമുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഊർജമുള്ള എത്രയെത്ര രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ കഥ പറയാനുള്ള കേരളത്തിലാണ് അതിനൊക്കെ ശേഷം വന്നിട്ടുള്ള മനുഷ്യരെ മുഴുവൻ ഈ നീരാളിക്കൈ ഉപയോഗിച്ച് പിടിച്ചതിന്റെ ഉള്ളിലേക്ക് വലിച്ചിടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ നീളവും വീതിയും കനവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ വലിപ്പം മനസ്സിലാവില്ല. അപ്പൊ ഈ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു ഐഡിയോളജിയുടെ വലിപ്പം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിനെ നേരിടാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിരന്തരം
ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത പടി എന്ന് പറയാം. നമുക്ക് വേറെ 100,000 നല്ല കാര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ അതെ അതെ. സംസാരിക്കേണ്ടടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഇപ്പോഴും നിഷ്കളങ്കരായിരിക്കുന്ന കുറച്ച് ആളുകളോട് എന്താ പറഞ്ഞു കൊടുക്കുക? എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ സ്ട്രോങ് ആയ നിലപാടെടുക്കണം? എന്തുകൊണ്ട് ഇത് നിസ്സാരമായി കാണരുത്? സാംസ്കാരിക സംഘടനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിലെ പ്രശ്നം എന്താണ് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളൊക്കെ നമ്മുടെ മുൻ തലമുറയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നുണ്ട്. നമുക്ക് സാർവത്രിക വിദ്യാഭ്യാസം ഉണ്ട്. നമുക്ക് കുറെ കൂടി ആരോഗ്യ പരിപാലനത്തിൽ ഒരുപാട് മുമ്പില്ലാത്ത തരം സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പലതരം ജീവിത സൗകര്യങ്ങളിൽ നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വെറുതെ കിട്ടിയതല്ല. ഇത് നമ്മുടെ മുന്നിലെ നമുക്ക് മുമ്പേ പോയ തലമുറകൾ ഫൈറ്റ് ചെയ്തിട്ട് നേടിയതാണ്. അവര് ഇപ്പം അയ്യങ്കാളി എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രീമൂലം പ്രജാസഭയിൽ സംസാരിക്കുന്ന ഒരു വിഷയം വിദ്യാഭ്യാസമാണ്. അപ്പൊ അയ്യങ്കാളി വിദ്യാഭ്യാസത്തെ കുറിച്ച്, ദളിതർക്ക് വിദ്യാലയ പ്രവേശം കൊടുക്കുന്നതിനെ കുറിച്ച് മുഴുവൻ നിരന്തരം സംസാരിക്കുന്നു. അതിന് സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നു. അയ്യങ്കാളി നിരക്ഷരനായിരുന്നു. അയ്യങ്കാളിക്ക് അക്ഷരം എഴുതാൻ അറിയില്ലായിരുന്നു. പക്ഷെ അക്ഷരം എഴുതാൻ അറിയാത്ത ഒരു മനുഷ്യൻ തന്റെ പിൻതലമുറയ്ക്ക് അക്ഷരത്തിന്റെ വെളിച്ചം വേണമെന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കും. ഞാൻ പറയുന്നത് അങ്ങനെയാണ് കേരളം ഉണ്ടായത്. ഓരോന്നും തങ്ങളുടെ എത്ര പേര് ഹോമിക്കപ്പെട്ടു. ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിൽ രാമനിളയെന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇദ്ദേഹം എവിടെയോ ജീവിക്കുന്ന ആളാണ്, വൈക്കത്തൊന്നുമല്ല. ഈ വൈക്കം സത്യാഗ്രഹ വാർത്ത അറിഞ്ഞിട്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ അന്ന് ഈ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വലിയ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് കഴുത്തറ്റം വെള്ളത്തിൽ ഇയാൾ സത്യാഗ്രഹികൾക്കൊപ്പം ഇറങ്ങി നിൽക്കുന്നു. ഗവർണര് ഇയാളുടെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് കാഴ്ച പോവാൻ ഈ മനുഷ്യൻ. അപ്പൊ ജന്മിയായിരുന്ന മനുഷ്യനാണ് അയാള്. അയാളുടെ സ്വത്തുവക നഷ്ടപ്പെടുന്നു, അന്ധനാവുന്നു. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഒരു ദിവസം ഒരു അനാഥ ശവത്തിനെ കണ്ട്, പിന്നെ വിനോബ ഭാവയുടെ ഭൂദാനത്തിലൊക്കെയാണ് ഇയാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടുന്നത്. തൃശ്ശൂർ തെക്കുംകാട് മൈതാനിയിൽ ഒരു ശവം, അനാഥ ശവത്തിനെ ഇയാളാണെന്ന് തിരിച്ചറിയാണ്. ഈ മനുഷ്യന്റെ ഓർമ്മ നമ്മൾ എവിടെയാ വെക്കുക? ഈ മനുഷ്യന്റെ ഓർമ്മ അല്ലെങ്കിൽ അയാളുടെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യര് എന്താ ആഗ്രഹിക്കേണ്ടത്? നമുക്ക് ശേഷം വരുന്ന മനുഷ്യർ കുറെ കൂടി ആധുനികവും കുറെ കൂടി തുറന്നതും കുറെ കൂടി സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള ജീവിതം വേണം. അതിനുള്ള ഒരു പ്രയത്നം നമ്മുടെ ജനറേഷനിൽ നിന്ന് ഉണ്ടാവണം, നമ്മുടെ തലമുറയിൽ നിന്ന് ഉണ്ടാവണം. അത് ആ തലമുറയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ ഈ പിന്നാക്കം വലിക്കുന്ന മനുഷ്യരെ നിരന്തരം നേരിടണം. അതാണ് നമ്മുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമരമുഖമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 2014 തൊട്ട്, ഒരുപക്ഷെ അതിന് മുമ്പ് തുടർന്നെങ്കിലും 2014 തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമരമുഖമാണ് തുറന്നിട്ടുള്ളത്. അത് വേറൊരർത്ഥത്തില് ഇന്ത്യ ഇതുവരെ തന്ന മൂല്യങ്ങൾ, നമുക്ക് തന്നിട്ടുള്ള ആത്മവിശ്വാസം, നമുക്ക് തന്നിട്ടുള്ള വ്യക്തിത്വം, നമുക്ക് തന്നിട്ടുള്ള സ്വത്വബോധം, അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആലോചനകൾ, ചിന്താശേഷി, വിവേക ബുദ്ധി, ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള അർബുദമാണത്. രാഷ്ട്രീയം ഇപ്പൊ വ്യത്യസ്ത രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരു രോഗവും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അതിനെ തുറന്ന് കാട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഞാൻ വിചാരിക്കും. ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശരി അത് തന്നെയാണ് അല്ലേ? അതെ അതെ. അത് മാത്രല്ല, ഈ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഈ പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും അതിനെപ്പറ്റി ബോധ്യം വന്നിട്ടില്ല. അവരുടെ രാഷ്ട്രീയം അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അവര് നോക്കുമ്പോ ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുക, ജനാധിപത്യ പ്രക്രിയയിലുള്ള എവിടെയും കാണാനൊന്നും പറ്റുന്നില്ല, വിസിബിലിറ്റി ഇല്ലല്ലോ. ആരാന്ന് ചോദിച്ചാൽ ആരോ നമുക്കറിയില്ല. എല്ലായിടത്തും അപ്പൊ അതുകൊണ്ട് വളരെ ചെറുതായി കാണുക തോന്നുന്നു അല്ലേ? നിസ്സാരായിട്ടോ? പ്രസന്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ഇപ്പം വായു ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ നിമിഷം തോറും നമ്മൾ ഉള്ളിൽ കയറും പുറത്തേക്ക് വരും ചെയ്യുന്ന പ്രവർത്തന ഈ ശാഖകൾ വഴി മാത്രമാണ് നടക്കുന്നത്? അല്ലല്ലോ. അത് നിരവധി തരത്തിലുള്ള പരിവാർ സംഘടന, സേവാഭാരതി, അല്ലെങ്കിൽ ബാലഗോകുലം പോലെയുള്ള പരിപാടികള്, അല്ലെങ്കിൽ വനവാസി കല്യാൺ എന്ന് പറയുന്ന പല പേരിൽ ആദിവാസികൾക്ക് വേണ്ടി. എന്തൊക്കെയോ സാധനങ്ങളായിട്ടാണ് ഇത് നടത്തുന്നത്. അതെ 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 അതെ. ഞാൻ പറയുന്ന ആ പ്രവർത്തനം തന്നെ ഇപ്പം ഏറ്റവും ABPS എന്ന് പറയുന്ന അവരുടെ 4 വർഷം കൂടുമ്പോ പരിവാർ സംഘടനകളുടെ ഒരു യോഗം ഉണ്ട്.
ഈ യോഗത്തിലാണ് അവർ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ്. എത്ര നമ്മുടെ മീഡിയ അതിന്റെ ഉള്ളിലെ ഫോക്കസ് ചെയ്തിട്ടില്ല. മാത്രല്ല ഞാൻ എന്റെ സുഹൃത്തായ ഒരു പത്രപ്രവർത്തകരോട് സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു സംഗതി അതിന്റെ ഉള്ളിൽ നിന്ന് ചോർന്ന് കിട്ടില്ല എന്നാണ്. അതിന്റെ ഉള്ളിൽ ശരിക്കും എടുക്കുന്ന തീരുമാനം ശരിക്കും എന്ന് പറഞ്ഞാൽ ബാക്കി ഈ ഇത് കേരളത്തിൽ എന്ത് മീറ്റിംഗ് കൂടിയാലും മാധ്യമങ്ങൾക്ക് അപ്പൊ വാർത്ത കിട്ടുകയാണല്ലോ. അവിടെ നടക്കുന്നതിന് മുമ്പ് വാർത്ത അതെ വരുമല്ലോ. അതെ അതെ. ഈ ഞാൻ പറയുന്ന അതൊക്കെ പോട്ടെ, ഇങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നു വരുമ്പോ ലോകം സുതാര്യമായി എന്ന് അവകാശപ്പെടുന്ന നമ്മൾ എത്രമേൽ ആന്ത്യം പുലർത്തുന്നു, എത്രമാൽ ബ്ലൈൻഡ് ആണ് അതിനോടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള നമ്മൾ അതുകൊണ്ടാണ് 30% വോട്ട് കിട്ടുമ്പോൾ ഞെട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ അറപ്പ് തീരെയാണ് വോട്ട് ചെയ്യാൻ. അത് മനസ്സിലാക്കണം. 100-ൽ 30 പേര് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഹിന്ദുത്വ കക്ഷിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളം ഇതുവരെ പറഞ്ഞ ഈ ജനാധിപത്യത്തിനും സെക്യുലറിസത്തിനും സമഭാവനയ്ക്കൊക്കെ ഏറ്റ മുഖത്തടിയാണ് എന്ന് ഓരോരുത്തരും വിചാരിക്കണം. നമ്മൾ നേടിയ ഈ ഇതിനെ മുഴുവൻ പുറകോട്ട് വലിക്കുന്ന ഒരു സംഗതിക്ക് ജയ് വിളിക്കാൻ ആളുണ്ടാവുന്നു. ജയ് വിളിക്കാൻ ആളുണ്ടാവുന്നത് അതുകൊണ്ട് ഗുണഭോക്താക്കളാവുന്ന ആൾക്കാർ മാത്രമല്ല, മറിച്ച് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള ആൾക്കാർ ആവേശപൂർവ്വം അതിലേക്ക് ജയ് വിളിക്കാൻ സന്നദ്ധനായിട്ട് വരുന്നു. ഇന്നും നിഷ്പക്ഷമായ മിണ്ടാത്തവർ അത് രീതിയിലൊക്കെയാണല്ലോ അതിന് പ്രസന്റ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് അധിഹിതമായിട്ടും എന്തൊക്കെയോ. ഇപ്പൊ സംഘപരിവാർ സംഘടന എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ ബാക്കിയുള്ള പ്രവർത്തനവും. ഇപ്പൊ പാർട്ടിക്കാരനാണെ പാർട്ടിയുടെ പേരിൽ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചാരിറ്റിയുടെ എന്തെല്ലാം അല്ല അതാ ബഹുമുഖ ചില പ്രതിഭകളാ. പറയുന്നത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. ജനാധിപത്യ ഭരണകൂടത്തിൽ ഏത് ആൾക്കാർക്കും എത്ര റിഗ്രസീവ് ആയിട്ടുള്ള എത്ര റിയാക്ഷണറി ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നാലും പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കണം. അത് ജനാധിപത്യത്തിന്റെ ഒരു തത്വമാണ്. പക്ഷേ ജനാധിപത്യം ഇറ്റ്സെൽഫ് അതൊരു മൂല്യവ്യവസ്ഥയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം നമ്മളെ തന്നെത്താൻ ആധുനിക ബോധത്തിലെത്തിക്കില്ല. ജനാധിപത്യം തന്നെത്താൻ അത് നമ്മളെ വിവേകത്തിലെത്തിക്കില്ല. ജനാധിപത്യത്തിന് അർത്ഥം കൊടുത്താലേ ഇതൊക്കെ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഡെമോക്രാറ്റിക് ആവണം. അപ്പൊ നമ്മൾ ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ നമ്മളുടെ അതറിനെ നമ്മളെ പോലെ തന്നെ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരു വളരെ മുമ്പ് പറഞ്ഞൊരു കാര്യം അതാണ്. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലി ചെയ്തിരുന്നു. എന്നെ പോലെ റൈറ്റ് അപ്പുറത്തുള്ള ആൾക്കുണ്ട്. അത് സ്ത്രീ ആവാം, അല്ലെങ്കിൽ മുതിർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ ആരോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഈക്വൽ ആണെന്ന് പറയുന്ന ബോധ്യം നമ്മൾ നിരന്തരം ഈ സൊസൈറ്റിക്ക് കൊടുത്തില്ലെങ്കിൽ, ഗ്രാംഷിയൊക്കെ മുമ്പേ പറഞ്ഞതാണ്, ഹെജിമണി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അടിച്ചേൽപ്പിക്കുന്നത് അല്ല. ഹെജിമണിയുടെ ഒരു ഭാഗം മാത്രമേ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു അധീശത്വ ബോധം നമ്മളിൽ വേറെ ആഴ്ത്തുന്നതിന്റെ ഒരു ഭാഗം മാത്രമേ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുള്ളൂ. ഇപ്പം പുസ്തകം നിരോധിക്കാം, അല്ലെങ്കിൽ ഇത് പറയുന്നവരെ പിടിച്ച് അകത്തിടാം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഗൗരി ലങ്കേഷിനെയും കൽബുർഗിനെയും ഒക്കെ കൊന്ന പോലെ കൊന്നു കളയാം, അല്ലെങ്കിൽ എം എഫ് ഹുസൈനെയൊക്കെ ചെയ്ത പോലെ ഉപരോധിച്ച് പെരുമാൾ മുരുകനെയൊക്കെ ഹരീഷിനെയൊക്കെ ചെയ്ത പോലെ പേടിപ്പിക്കാം. പക്ഷെ അതൊരു ഭാഗം മാത്രം, അത് നിൽക്കില്ല. അത് ഒരു കൂട്ടറടിച്ചമർത്തിയാൽ അത് തന്നെത്താൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. മറുഭാഗം എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഉണ്ടാക്കുകയാണ്, അവർക്ക് പ്രവർത്തിക്കാനുള്ള സമ്മതി നേടിയെടുക്കാന്നാണ്. അപ്പൊ ഈ കൺസെന്റ് ഉണ്ടാക്കുന്ന പ്രവൃത്തി അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു അഗാധ ബോധം നമുക്ക് വേണം. അത് ഈ മതത്തിന്റെയും ആരാധനയുടെ ഒക്കെ ചിഹ്നത്തിന്റെ ഉള്ളിൽ കൂടെ അത് നടത്തുമ്പോൾ തിരിച്ചറിയാനുള്ള ബോധ്യം വേണം. തൃശ്ശൂർ പൂരത്തിന്റെ ഉള്ളില് അയോധ്യ ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന കൊടി ഉയർത്തുമ്പോ ഒരു കൊല്ലത്തെ ഒരു പ്രവർത്തനം അതിന്റെ പുറകിലുണ്ടല്ലോ, അങ്ങനെ നോക്കുമ്പോ അല്ലേ? അത് വരുമ്പോ ഇത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിലാണ്. ആ ജനക്കൂട്ടം ഒരുപക്ഷെ സെക്യുലർ ആയിരിക്കും. ആ ജനക്കൂട്ടം ഒരു വലിയ ഉത്സവം കാണാൻ കൂടുന്നതാണ്. വിദേശികളുണ്ട് അതില്, സ്വദേശികളുണ്ട്, പല ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട്, പല രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്നവരുണ്ട്. ഇവരുടെ മുന്നിൽ ഒരു വലിയ വിസിബിൾ ആയിട്ട്, അപ്പൊ വിസിബിലിറ്റി ഇല്ലാത്ത കക്ഷി എന്ന് പറഞ്ഞാൽ വിസിബിൾ ആവണം ഇങ്ങനെയാണ്, ചിഹ്നങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ആശയങ്ങളിൽ കൂടിയാണ്. അപ്പൊ ഇത് സാംസ്കാരിക രാഷ്ട്രീയമാണ്. ഇത് തിരിച്ചറിയണം. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വരുന്നത്? സാംസ്കാരിക രാഷ്ട്രീയം എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാണോ ഇനിയിപ്പോ ചില ആൾക്കാർ ഇതൊരു സാംസ്കാരിക സംഘടനയാണെന്നാക്കി പറയുന്നത്?
അതെ, സാംസ്കാരിക രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുന്നത് ഗ്രാംഷി ഒക്കെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പണ്ടത്തെ ഒരു യാന്ത്രിക സിദ്ധാന്തം അല്ലെങ്കിൽ മാർക്സ് പറഞ്ഞ ഈ അടിത്തറ മേൽപ്പുര സിദ്ധാന്തം എന്ന് പറയുന്നത് അത് യാന്ത്രികമായിട്ട് ആവർത്തിക്കുന്നതിലൂടെ ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞ ഉൽപാദനോപാധികൾ മാറുമ്പോൾ സംസ്കാരം മാറും എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ഫ്യൂഡലിസ്റ്റ് എന്ന് മുതലാളിത്തത്തിലേക്ക് പരിണമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്കാരത്തിന്റെ അതിൻ്റെ ഉള്ളിൽ മാറ്റണ്ട. ഇതിനെ യാന്ത്രികമായി ആവർത്തിക്കുന്നതിനെ തടയുകയാണ് ഗ്രാംഷിയെ പോലെയുള്ള മാർക്സിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗ്രാംഷിയെ പോലുള്ള മാർക്സിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾ ഒരു ഇപ്പം ഞാൻ ഇടതുപക്ഷക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ സെക്യുലറിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട് സംഭവിക്കുന്നു എന്ന് കൂടി നോക്കണം. എന്ന് പറഞ്ഞാൽ അതൊരു സമരം നമ്മളോടും ഉള്ളിലും പുറത്തും നടത്തുന്ന സമരമാണ്. അല്ലാതെ ഒരു ഏകമുഖ സമരമല്ല. നമുക്ക് ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രസീവായി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടില്ല. മറിച്ച് നമ്മൾ പ്രോഗ്രസീവ് ആവണം. നമ്മള് ചുറ്റും ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കണം. നമ്മൾ എന്ത് ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നോക്കണം. നിരന്തരം ചെയ്യണം. മാത്രല്ല ഈ പറയുന്ന തരത്തില് നമ്മുടെ വീടിനുള്ളിലേക്കും നമ്മുടെ സൗഹൃദ സംഘത്തിനുള്ളിലേക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളിലേക്കും എങ്ങനെയാണ് പ്രതിലോമ ആശയങ്ങൾ നുഴഞ്ഞു കയറുന്നത് നോക്കണം. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ കവിതയെ പറ്റി ഞാൻ കവി എഴുതുന്ന ഒരാളാണെന്ന് അറിയാലോ സുനിധി. കവിതയെ പറ്റി ഇപ്പം ഞാൻ എന്റെ സുഹൃത്ത് നാസിമുദ്ദീനും ചേർന്നിട്ട് പി എ നാസിമുദ്ദീൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട കവിയാണ്. ഇപ്പൊ നാസിമുദ്ദീനും ചേർന്ന് ഞങ്ങള് കവിതകൾ ഇങ്ങനെ ആസ്വദിക്കുന്ന കാലത്ത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ആൽത്തറയിൽ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിച്ചിരുന്നു. അവിടെ ആരും നമ്മളെ തടയാനോ ആരാണ് നിങ്ങളുടെ ജാതി ഏതാണ് മതം ഏതാണെന്ന് ചോദിക്കാൻ വന്നിരുന്നില്ല. ഇന്ന് ആ വഴിയുടെ ഉള്ളിൽ കൂടെ നടക്കണമെങ്കിൽ അവിടെ ബോർഡ് അതാ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, പുറത്തു കൂടെ വഴിയുടെ ഉള്ളിൽ കൂടെ നടക്കണം. എനിക്ക് നാസിമുദ്ദീനും ഒന്നിച്ചിരിക്കാനുള്ള ഒരു സന്ദർഭം അവിടെ ഇല്ലാതാവുന്നു. അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ക്രിസ്മസ് കാലത്ത് നക്ഷത്രം വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ പറയുന്നത് ഒരു സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലത്ത്, ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് നടക്കുന്ന സംഭവമാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങൾ പോലും എടുത്തു മാറ്റപ്പെടുകയാണ്. എടുത്തു മാറ്റപ്പെടുന്നു എന്ന് മാത്രമല്ല, ഞാനും നാസിമുദ്ദീനും രണ്ട് തരത്തിലുള്ള മനുഷ്യരാക്കി മാറ്റപ്പെടുന്നു. രണ്ട് കള്ളികളിലേക്ക് അത് വെക്കുന്നു. എന്റെയും നാസിമുദ്ദീന്റെ ഇച്ഛയല്ലല്ലോ അത്. അപ്പം അങ്ങനെ സാധാരണ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓർഡറിനേക്കാളും ഭീകരമായിട്ട് സംസ്കാരത്തില് മറ്റേത് ഒരു ഗവൺമെന്റ് ഓർഡറാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. സൂക്ഷ്മതലത്തിൽ ഇത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നിരന്തരം. മനുഷ്യരെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്റെ വീടിന്റെ അപ്പുറത്ത് കോയ, എനിക്ക് 30 വർഷമായിട്ട് അറിയാവുന്ന ഒരാളാണ് കോയയും ഞാനും തമ്മിലുള്ള നല്ല സുഹൃത്തുക്കളും നല്ല ഗതിയാണ്. അപ്പം എന്റെ അടുത്ത് ഒരു ഇലക്ഷന് കഴിഞ്ഞ ഇലക്ഷന് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണം അപ്പുറത്തെ കോയയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുള്ളൂ എന്നോട് പറയുമ്പോ. അങ്ങനെ ഞാൻ ചിരിക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞ ആൾക്കാർ, ആ വന്നിട്ടുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഇത് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ചെലവാവില്ലെന്ന് അറിയാൻ എനിക്ക്. പക്ഷെ ഇത് നാട്ടിൽ ചെലവാവുത്. അത് കുറച്ച് നേരത്തെ മൊമെന്റില് നമ്മൾ പരിചയമുള്ളതുകൊണ്ട് വളരെ സ്വതന്ത്രമായിട്ട് അവർ സംസാരിച്ചു. ഈ നാട്ടിൽ അത് ചെലവും, ആ നാട്ടിൽ ചെലവാവുകയും ചെയ്തു. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ അത് വളരെ നന്നായിട്ട് ചെലവാകുന്നുണ്ട്. അവര് പലതും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ റിസർവേഷനെ പറ്റിയൊക്കെ ഇങ്ങനത്തെ പ്രൊപ്പഗാണ്ടകളല്ലേ നടക്കുന്നേ? നിങ്ങക്ക് ജോലി കിട്ടാത്ത ഇതുകൊണ്ടാണ്. അതാണ് റിസർവേഷൻ എന്താന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണത്തിനെ അത് പവർ പാർട്ടി പറയുന്നുണ്ടല്ലോ. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പേരെടുത്ത് അവര് പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളോട് കുറച്ച് മൃദു സമീപനാണ്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നീതി കിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഈ സാധനം തന്നെയാണ്. അതാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ പഠിപ്പിച്ചില്ല. ഞാനിപ്പം വേറൊരു ഉദാഹരണം പറയാം ഇത് പറഞ്ഞിട്ട്. സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ഉദാഹരണം നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളിൽ അത് അപ്രത്യക്ഷമാവും. കാരണം പുറത്തുള്ള ഒരു ആശയം, സംസ്കാരത്തിൽ കൂടുതൽ ബലമുള്ള ആശയം അവരുടെ അടുത്ത് ഈ പറയുന്ന എല്ലാ ഉപാധികളും വഴി എത്തുന്നുണ്ട്. അവരതിൽ വിശ്വസിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത് റെസിസ്റ്റൻസിന്റെ പ്രാധാന്യം.
ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോകട്ടെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഗാന്ധിയുടെ അവസാന വർഷങ്ങൾ അല്പം എന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ വായിച്ച് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് സുഹൃത്ത് നമ്മള് നവഖലി പോയി അവസാന കാലത്ത് 46 തൊട്ട് 48 ബീഹാർ പോയി. അതിന്റെ അവസാന ഘട്ടം ഡൽഹി പോയി. അപ്പൊ ഡൽഹിയില് ബിർള ഹൗസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലമാണ്, ഗോഡ്സെ വെടിവെച്ച് വന്ന സ്ഥലമാണ്. ആ സ്ഥലമൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മ്യൂസിയം അപ്പോ ഈ അതിന്റെ മുൾഭാഗം ഡിജിറ്റൽ മ്യൂസിയം ഒക്കെയാണ്, അടിഭാഗം പഴയ മട്ടിലുള്ള മ്യൂസിയം. അതിന്റെ ഉള്ളിൽ നിങ്ങൾ മുഴുവൻ നടന്ന് പരിശോധിച്ചാൽ, ഞാൻ ഒരു സ്ഥലത്താണ്, ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിയാണ്, ഒരു സ്ഥലത്താണ് നാഥറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന പേര് കാണുന്നത്. ബാക്കി എല്ലായിടത്തും അസാസിൻ എന്ന് പറയുന്ന, ഘാതകൻ എന്ന് പറയുന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും പേരും ഊരും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഇല്ലാത്ത ആരോ വന്ന് കൊന്നു എന്നുള്ള ഒരു ധാരണയാണ് ഈ വെടിയേറ്റ് വീണ സ്ഥലത്തെ മ്യൂസിയത്തിന്റെ കിട്ടുക. ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ 1948 ജനുവരി 20 ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. ഇവര് ആപ്തെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഗോഡ്സെ അടക്കമുള്ള ആളുകൾ, അവരുടെ പേരുകളില്ല. അല്ലെങ്കിൽ ഗാന്ധി വധത്തിൽ ആരൊക്കെ പിടിക്കപ്പെട്ടു, ഒരു ധാരണയും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, ഈ ജനുവരി 20 നടക്കുന്ന 48 ജനുവരി 20 30 ആണല്ലോ ഗാന്ധിയെ കൊല്ലുന്നത്. അതിന് 10 ദിവസം മുമ്പ് ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് ഗാന്ധിയുടെ ലൈഫിന്റെ മുകളിൽ. അപ്പൊ അത് ഗൺ കോട്ടൺ സ്ലാബ് വെച്ചിട്ട് അവിടെ ഒരു മതില് പൊളിഞ്ഞ് പോകുന്നുണ്ട്, പൊട്ടിച്ചിട്ട്. അതിപ്പോ അവിടെ ഇല്ല, മതിൽ അവിടെ ഇല്ല. എപ്പോഴാ പോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മതില് നിന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരാൾക്ക് അത് അറിയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള തരത്തിൽ നമ്മളോട് ചോദിക്കുകയാണ്. ഹിസ്റ്ററി ഒക്കെ ഭയങ്കര വേറെ ആയി മാറൂല്ലേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും. സ്ഥലത്ത് അല്ലാതെ ആ സ്പോട്ടില് ആ ഓർമ്മ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത്, ഡൽഹിയിലെ റെഡ് കോർട്ടിലാണ് വിചാരണ നടന്നത്. ഗാന്ധി വധത്തിന്റെ സ്പെഷ്യൽ കോർട്ട് പ്രവർത്തിച്ചത്. അപ്പൊ നമ്മൾ പുസ്തകമൊക്കെ വായിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു ടിൻ വിങ്ഡ് ബിൽഡിംഗ് ആണ്, ഇരട്ട ഭാഗങ്ങളുള്ള ഒരു ബിൽഡിംഗ് ആണ്. ടിൻ വിങ്ഡ് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗമായിരുന്നു അതിന്റെ സ്പെഷ്യൽ കോർട്ട്. ആ സ്പെഷ്യൽ കോർട്ട് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തും സമര ഭടന്മാരെയും അവിടെയാണ് വിസ്തരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INA തടവുകാരിയും അവിടെ തന്നെയാണ് വിസ്തരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട വിചാരണകൾ നടന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രതികളെ വിചാരണ ചെയ്ത്, പ്രതികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ആൾക്കാരെ വിചാരണ ചെയ്ത സ്ഥലം, INA തടവുകാരെ വിചാരണ ചെയ്ത സ്ഥലം, മൂന്നാമത് ഗാന്ധിയുടെ ഘാതകരെ വിചാരണ ചെയ്ത സ്ഥലം. ഈ സ്ഥലം അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ബിൽഡിങ്ങിലാണ് നടന്നെന്ന് കണ്ടുപിടിക്കാനേ സാധ്യമല്ല. മാർക്ക് ഇല്ല അവിടെ. അപ്പോ ഈ സുധീഷ്, എന്റെ സുഹൃത്ത് സുധീഷ്, അവിടുത്തെ ഏതാണ്ട് ഡയറക്ടറുടെ ഒക്കെ ചുമതല എന്ന് പറഞ്ഞ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഇതിലേത് ബിൽഡിംഗ് ആണ്. അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്നാണ്. നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ ആണത്. ചെങ്കോട്ടയിൽ നിങ്ങൾ ജഹാംഗീറിന്റെയോ ഷാജഹാന്റെയോ ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു, അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പം ഈ മുഗൾ കോർട്ട് എവിടെയായിരുന്നു, അവരുടെ അവരുടെ ദർബാർ എവിടെയായിരുന്നു, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഉടനെ ഒരു പുസ്തകം കൂടെ വരൂല്ലേ? അല്ല, പുസ്തകത്തിന്റെ അത് എന്ത് ചെയ്യണമെന്നല്ല, മറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ പറ്റി ഒരു മ്യൂസിയം ഇല്ല. ആരുടെ കുറ്റം കൊണ്ടായാലും ഞാൻ പറയുന്നത്, ഒരു ഇൻഡിപെൻഡൻസിന്റെ സമഗ്ര ചരിത്രം കിട്ടുന്ന ഒരു മ്യൂസിയം ഇല്ല. ഇപ്പം നിരവധി രേഖകൾ നശിപ്പിച്ചു, വാജ്പേയി അധികാരത്തിൽ വന്ന കാലം തൊട്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള നിരവധി ലക്ഷക്കണക്കിന് രേഖകൾ നശിപ്പിച്ചു. അത് വിവരാവകാശം ചോദിച്ചിട്ട് പോലും മറുപടി കിട്ടാത്ത പറ്റി സത്യൽവാദൊക്കെ എന്റെ പുസ്തകത്തിലൊക്കെ അതിനെ പറ്റിയുള്ള വിവരങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഇന്ത്യൻ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരും. ഒരു സിലബസിൽ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് മാറ്റുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മീഡിയ മുഴുവൻ ഈ നുണയ്ക്ക് കൂട്ടു നിൽക്കുന്നു. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാലും വേഗത്തിൽ നമുക്കറിയാവുന്ന ചരിത്രം മാഞ്ഞു പോവും. നമ്മൾ വേറൊരു ചരിത്രത്തിലെ അംഗങ്ങളായിട്ട് തീരും. ആ ചരിത്രത്തിലെ അംഗങ്ങളുടെ ഹീറോസ് വേറെ ആൾക്കാരാവും. ഈ പറയുന്ന ഈ മനുഷ്യരെ തമ്മിൽ വെട്ടി കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇസത്തിന്റെ ആളുകൾ മുഴുവൻ നമ്മുടെ നേതാക്കളായിട്ട് നമ്മുടെ ചുറ്റും വരും.
ഇത് ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലല്ല ഞാൻ പറയുന്നത്. ലോകയുദ്ധങ്ങളൊക്കെ അതിജീവിച്ച ആണ് മനുഷ്യർ ഇവിടെ ഇരിക്കുന്നത്. നിരവധി നൃശംസതകൾ അതിജീവിച്ചിട്ടാണ്. പക്ഷെ ആ ബോധം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മുന്നിൽ ഈ പാതകങ്ങൾ ഇങ്ങനെ തീമഴയായിട്ട് പെയ്യുമ്പോൾ ഈ ഈ പറയുന്ന തരത്തിൽ ആ പ്രസ്ഥാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും പ്രവർത്തിച്ചു വരുന്ന ഫാസിസത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യം വേണം. അത് നമ്മുടെ ഓരോ ഇടപെടലിലും ആ ബോധ്യം നമ്മൾ കൊണ്ടുവരണം. രാഷ്ട്രീയ നേതാക്കളായാലും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഏത് തുറയിൽ പ്രവർത്തിക്കുന്നവരായാലും നമ്മൾ കൂടുതൽ ആധുനികവും കൂടുതൽ വിവേകപൂർണവുമായിട്ടുള്ള ഒരു ലോക ജീവിതത്തിനായിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടതെന്ന് പറയുന്ന ഒരു കാര്യം നിരന്തരം നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും വേണം. അത് എളിയ നിലയിൽ നമ്മളെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഈ കാലത്തിന്റെ തിരിച്ചറിവ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഭയങ്കര വിജിലന്റ് ആയിരിക്കുക. വളരെ തമാശയായിട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാചകങ്ങൾക്കും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ അതിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൂട്ടി നിൽക്കുകയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് വീണ്ടും റെക്കമെൻഡ് ചെയ്യാൻ തോന്നി ഈ പുസ്തകമെങ്കിലും എല്ലാവരും ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയെങ്കിലും വായിക്കുക. വളരെ ഇപ്പൊ വലിയ ചരിത്രവും പുസ്തകവും വായിക്കാനും നേരിട്ട് പോയിട്ട് ഇതുപോലെ ചരിത്രം നോക്കാനൊന്നും ആളുകൾക്ക് പറ്റില്ല. പക്ഷെ ഈ ബുക്ക് ഇതിപ്പോ ഇതെവിടെ ആളുകൾ ഇപ്പൊ ചോദിക്കുമായിരിക്കും ഇത് എവിടെയാ വാങ്ങാൻ കിട്ടുക? ഇത് DC അല്ലല്ലോ ഇറക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാ വാങ്ങാൻ കിട്ടുക ആളുകൾക്ക്? ലോഗോസ് എന്ന് പറയുന്ന ഒരു ചെറുകിട പ്രസാധകരാണ് അവർ ഇത് ഇറക്കിയിട്ടുള്ളത്, ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതില് ലോഗോസിന് തീർച്ചയായിട്ടും അവരുടെ ആളുകൾക്ക് എങ്ങനെയാ പൊതുവെ എല്ലാ കടകളിലും കിട്ടുമോ അതോ ഇവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്താലേ കിട്ടുള്ളോ? എനിക്ക് മനസ്സിലാവുന്നത് അവര് മാതൃഭൂമി ബുക്സിന്റെ എല്ലാ ശാഖകളിലും ഇത് വിതരണത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഇവരുടെ ലോഗോസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടും. ആമസോണിലും ഇത് ലഭ്യമാണെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ താങ്ക് യു. നമുക്ക് വേറെയും വിഷയങ്ങൾ ഒരുപാട് സംസാരിക്കാണ്ട്. ഇന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു ഈ RSS മാത്രം പറഞ്ഞാൽ മതി. കാരണം ആളുകൾ ഭയങ്കര തമാശയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ കുറച്ചു പേരെങ്കിലും അതിലിപ്പോ എന്താ പ്രശ്നം, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാശയം, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് പലതരത്തിൽ. ഇപ്പം കുമാരനാശാൻ ഒരു കവിത കരുണ എഴുതുമ്പോ ഒരു കഥാപ്രസംഗം ഉണ്ടാവുന്നു, അതിനെ സംബന്ധിച്ച് നാടകം ഉണ്ടാവുന്നു, അതിനെ സംബന്ധിച്ച് ആളുകൾ. അപ്പൊ അങ്ങനെയാണ് ഒരു ആശയം അത് പരക്കുക. ഇപ്പൊ സുനിത ഏറ്റവും വലിയ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഈ പറയുന്ന ഫാസിസത്തിനെതിരെയുള്ള മലയാളത്തിലെ പരിശ്രമങ്ങളെ നിരന്തരമായിട്ട് ഈ പറയുന്ന ഈ സുനിതയുടെ ചാനലിൽ കൂടെ വളരെ, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ എത്തുന്ന ഒരു എഫക്റ്റ് അല്ലല്ലോ അതിനുള്ളത്. ഒരുപാട് സ്ഥലത്തേക്ക് അതിലെത്തിക്കാൻ പറ്റും, വിതരണം ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി മനുഷ്യരുടെ നിരവധി ആശയങ്ങളെ സുനിത വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളാണ് എല്ലാവരും ചേർന്ന് നിന്നിട്ടാണ് ഒരു സംഗതിയെ പ്രതിരോധം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അത് ഒരാൾ ആംപ്ലിഫൈ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഒരാൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം പറയേണ്ടത് അത് മറ്റുള്ളവർ കേൾക്കണ്ടാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചേ പറ്റൂ. അതാണ് ഞാൻ പറയുന്നത്. ആ തരത്തിൽ നമ്മൾ ഒരു ആധുനിക ജീവിതത്തിൽ എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് വിതരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പ്രതിരോധ ബലത്തിന്റെ വിതരണം നടത്തേണ്ടത് എന്ന് പറയുന്നത് വലിയ തരത്തിൽ ആലോചിക്കണം. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ധ്രുവറാത്തീരൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്തിട്ടുള്ള വലിയ കാര്യം അല്ലേ. അപ്പം അങ്ങനെ മനുഷ്യര്, നമ്മളൊക്കെ ദുർബലരായ ചെറിയ മനുഷ്യരാണ്, പേടിയും ഒക്കെ ഉള്ള മനുഷ്യരാണ്, അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള ആശയൊക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പൊ അതെ, അപ്പൊ അത്തരം ചെറിയ മനുഷ്യരുടെ റെസിസ്റ്റൻസിന് വില കൊടുക്കണല്ലോ. അതാണല്ലോ പ്രധാനം. അവര് പറയുന്നതാണല്ലോ സത്യം. അല്ലാണ്ട് നമുക്കിപ്പം പോലീസും പട്ടാളവും കാവലൊന്നും നിന്നിട്ടല്ലല്ലോ നമ്മളിത് പറയുന്നത്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ചു കൂടിയാൽ ഇത് വലിയ ഒച്ചയും ശബ്ദമൊക്കെ തന്നെയാണ്. ഒന്നിച്ചു കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ്, അതിന് വേണ്ടിയുള്ള കൈചേർക്കലാണ് നടത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് സുനിതയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിന് എന്നെ വിളിച്ചതിലും എന്റെ ആശയങ്ങള് അങ്ങനെയില്ല, ഇപ്പൊ എത്ര ആളുകൾ കേൾക്കുന്നു, എത്ര സ്ഥലങ്ങളിൽ സംസാരിക്കുന്നു, നമ്മളൊക്കെ എല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പുസ്തകം ഇത് ഭയങ്കര ഇത് ശരിക്കും പറഞ്ഞാല് മലയാളികളോട് ചെയ്ത ഒരു വലിയൊരു പുണ്യാട്ടോ ഈ ബുക്ക്. ഇത് ശരിക്കും വളരെയായിരിക്കും. ഇത് ഞാൻ എന്തോ ബുക്കിന്റെ പ്രൊമോഷൻ ചെയ്യാന്ന് പെയ്ഡായിട്ടല്ല കേട്ടോ, ഞാനിത് ശരിക്കും എന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് പറയാണ്. ഇതിനിപ്പോ വല്ല സമ്മാനം കിട്ടുമ്പോ എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നവരോടും ഞാൻ പറയുന്നത് എന്റെ പേരേ മറന്നോളൂ. എന്റെ പേരൊന്നുമല്ല. നമ്മൾ അതിന്റെ ഉള്ളിൽ നിങ്ങൾ അത് തന്നെ, അത് കണ്ടന്റ് വിതരണം ചെയ്യുക.
അതിനെ സപ്ലിമെന്റ് ചെയ്യുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിലൊരു പ്രത്യേക ഘട്ടം വരെയുള്ള ചരിത്രമുള്ളൂ. അതിനുശേഷം ഒരു കണ്ടംപററി ചരിത്രം ബാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം അതിനുശേഷമുള്ള ഇപ്പൊ ജനസംഘം വരെയൊക്കെയുള്ള കാര്യം ഇതിലുള്ളൂ. അപ്പൊ അതിനുശേഷമുള്ള ഒരു സമകാലീന സന്ദർഭം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ബാബറി മസ്ജിദ് ഇഷ്യൂ പോലെയുള്ള പള്ളി തകർക്കുന്ന സംഭവങ്ങൾ സംഗതിയുണ്ട്. അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഉള്ളില് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യാനുണ്ട്. അപ്പൊ അതിനുള്ള പ്രചോദനം ആണ് ഈ പുസ്തകം ഉണ്ടാക്കി എടുക്കേണ്ടതെന്നാണ് എന്റെയും ഒരാശയം. എന്ന് പറഞ്ഞാല് സംസ്കാരത്തിൽ ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ കുളത്തിൽ ഒരു ഇളക്കുണ്ടാകുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് നമ്മളൊക്കെ ഈ ഒരു നിഷ്കളങ്കമായ സ്വർഗത്തിൽ ജീവിക്കുമ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് നടത്താൻ പറ്റി എന്നുള്ളതാണ് ഈ പുസ്തകത്തെ പറ്റിയുള്ള എനിക്ക് ആദ്യത്തെയും അവസാനത്തെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. നന്ദി. താങ്ക് യു സർ. താങ്ക് യു. കാണാം.